നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അച്ഛനും അമ്മയും എന്തിനാണ് നമ്മുടെ അടുത്ത് അങ്ങനെ പെരുമാറിയത് എന്നുള്ളത് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുക. ആ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. ആ ഒരു പൊരുൾ മനസ്സിലായത് മാഷ് മരിക്കാറായ സമയത്താണ്. അന്ന് വരെ ഉണ്ടായിരുന്ന ലൈഫും അതിന് ശേഷം ഉണ്ടായിരുന്ന ലൈഫും രണ്ടും രണ്ടാന്ന് തന്നെ പറയാം. പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാളും ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ ശമ്പളത്തിലേക്കോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനോ ആവുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞങ്ങളൊന്നും. നിങ്ങൾ 7 സ്ഥലത്ത് പോയി മുട്ടിക്കഴിഞ്ഞാൽ 7ാമത്തെ സ്ഥലത്തിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. ചക്കും ചുക്കും അറിയാത്തൊരു യാത്ര. ഉറപ്പായിട്ടും. സത്യത്തിൽ ഈ ചോദ്യം സാറ് മാത്രമല്ല ചോദിച്ചേക്കണേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വാനപ്രസ്ഥത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഉൾപ്പെടെ, അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള ആൾക്കാർ ഉൾപ്പെടെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. 55 വയസ്സിന് മുകളിലുള്ള പെയിൻറ്റർമാരെ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടോ? സാധ്യത കുറവായിരിക്കും. കാരണം 55 വയസ്സാകുമ്പോഴേക്കും ഇവന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. മനുഷ്യനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണ് തെറ്റ്? മനുഷ്യൻ്റെ തെറ്റ് പറ്റിയത് എന്താ? ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പഠന വൈകല്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. പിന്നെ എന്തുകൊണ്ട് ആരും ഇത് ഉണ്ടാക്കിയില്ല? അപ്പോൾ ദയാൽ സാർ പറയണത് ആരും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല. അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റ് വേണമായിരുന്നു, അതിനെ ഞങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. കൈയടിക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. നമസ്കാരം, രംഗു കെ ഹരിദാസ്. സ്പാർക്കിൻ്റെ സ്പാർക്കുള്ള പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. തൃശ്ശൂരിലെ ഒരു സാധാരണ കുടുംബത്തിനായിരുന്നു ലിജോയുടെ ജനനം. അച്ഛനൊരു അധ്യാപകനായിരുന്നു. കുടുംബം സാധാരണ പോലെ തന്നെ എല്ലാ പ്രാരാബ്ധങ്ങളും നിറഞ്ഞതായിരുന്നു. 5 മക്കളിൽ 4ാമനായിട്ടായിരുന്നു ലിജോയുടെ ജനനം. 18ാം വയസ്സിൽ ആദ്യ ശമ്പളം 675 രൂപയിൽ നിന്നായിരുന്നു തുടക്കം. ഒട്ടനവധി വേഷങ്ങൾ സംരംഭകനായും ജീവനക്കാരനായും കെട്ടിയാടിയിട്ടുണ്ട് അദ്ദേഹം. ഇന്ന് അദ്ദേഹം 675 രൂപ ശമ്പളം വാങ്ങുന്ന വ്യക്തിയല്ല, മറിച്ച് 100 കോടി രൂപ വിറ്റുവരവ് നേടുന്ന ഒരു ബ്രാൻഡിൻ്റെ ഉടമയാണ്. കേരളത്തിലെ സംരംഭകർക്കെല്ലാം മാതൃകയായ ലിജോയെ സ്വാഗതം ചെയ്യുന്നു സ്പാർക്കിൻ്റെ വേദിയിലേക്ക്. നമസ്കാരം ലിജോ, സ്പാർക്കിൻ്റെ വേദിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. നമസ്കാരം. ലിജോയുടെ നാട് തൃശ്ശൂരാണെന്ന് പറഞ്ഞു. എങ്ങനെയായിരുന്നു ലിജോയുടെ ഒരു ജീവിതവും അതിൻ്റെ തുടക്കവും എല്ലാം എങ്ങനെയായിരുന്നു? സത്യത്തിൽ ഞാൻ തൃശ്ശൂർ ജില്ലയിലൊരു ഉൾനാടൻ ഗ്രാമപ്രദേശമാണ്. ഏനാമാവ് എന്നാണ് സ്ഥലത്തിൻ്റെ പേര്. അപ്പച്ചൻ മാഷായിരുന്നു. മാഷ് 5 മക്കളിൽ 4ാമനായിട്ടാണ് ജനനം. പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം മാഷ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെൺകുട്ടികളെ ജോലി കിട്ടുന്നവരെ പഠിപ്പിക്കും. ആൺമക്കളെ 18 വയസ്സാവുമ്പോൾ ജോലി ചെയ്ത് പഠിക്കണം എന്ന് നിർബന്ധമുള്ള ആളായിരുന്നു. അതുകൊണ്ട് തന്നെ 18 വയസ്സായപ്പോൾ മുതൽ ഞാൻ ജോലിക്ക് പോയി തുടങ്ങി. ഞാനും മാഷും ഒരുമിച്ച് സ്കൂളിൽ നിന്ന് ഇറങ്ങിയ ആൾക്കാരാണ്. മാഷ് 55 വയസ്സിൽ റിട്ടയറായി. ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് ആ സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് പോന്നു. പിന്നീട് തൃശ്ശൂർ കേരളവർമ്മ കോളേജിലായിരുന്നു പഠനമൊക്കെ. പിന്നെ കേരളവർമ്മ കോളേജിൽ എന്തായിരുന്നു പഠിച്ചത്? ഞാൻ BA മലയാളമായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് മാഷ് റിട്ടയറായതിന് ശേഷം മാഷ് അവിടെ ഒരു കേബിൾ നെറ്റ്വർക്ക് തുടങ്ങി തൃശ്ശൂർ. ഏത് കാലഘട്ടത്തിലായിരിക്കും അത് തുടങ്ങുന്നത്? 97 കേബിളൊക്കെ ഹിറ്റായി വരുന്ന ഒരു കാലഘട്ടമാണ്. കേബിൾ ഹിറ്റേ ആയിട്ടില്ല. കേബിൾ ജനകീയമായിട്ടില്ല. കേബിളൊക്കെ ജനകീയമാവുന്നത് 2000-ന് ശേഷമാണ്. 2005-ന് ശേഷമാണ് നമ്മുടെ നാട്ടിലൊക്കെ കേബിൾ നെറ്റ്വർക്ക് ആയി തുടങ്ങിയത്. അന്ന് നമ്മുടെ ഓടയുടെ സൈഡിൽ കൂടെയൊക്കെയാണ് കേബിൾ വലിച്ചു പോയിരുന്നത്. പിന്നീടാണ് പോസ്റ്റ് മേലേക്ക് കേബിൾ കയറണതൊക്കെ. അപ്പോൾ ആ കാലഘട്ടത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്ന് മാഷ് തുടങ്ങിയ കേബിൾ നെറ്റ്വർക്കിന് 200 കണക്ഷൻ ഉണ്ടായിരുന്നു അന്ന് തൃശ്ശൂർ ടൗണിൽ. വലിയ നമ്പറാണ്. 200 കണക്ഷൻ എന്ന് ടൗൺ ആയതുകൊണ്ട് ഉള്ള നമ്പറാണ്. അവിടെ കേബിളിൻ്റെ കളക്ഷൻ എടുത്തിട്ടാണ് ഞാൻ ഒരു ഇൻകം ഉണ്ടാക്കുന്നത്. 18 വയസ്സിലൊരു ഇൻകം ഉണ്ടാക്കുക എന്നുള്ളൊരു സാധനത്തിൽ കേബിൾ നെറ്റ്വർക്കിൽ അങ്ങനെയായിരുന്നു തുടക്കം. മാഷ് തന്നെയാണ് എനിക്ക് ആദ്യത്തെ ശമ്പളവും തന്നേക്കണത്. 675 രൂപയായിരുന്നു അന്നത്തെ ശമ്പളം. പിന്നീട് നമുക്കതിൻ്റെ ഒരു സാധ്യത, കേബിൾ നെറ്റ്വർക്കിൻ്റെ സാധ്യത മനസ്സിലാക്കിയിട്ടാണ് അവിടെ സിറ്റി ചാനൽ എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങി. നമ്മൾ ന്യൂസ് ചാനൽ തുടങ്ങി. സ്വന്തമായിട്ടുള്ള അതൊരു നെറ്റ്വർക്കാണ്, കുറേ പേരുടെ ഒരു കേബിൾ നെറ്റ്വർക്കാണ്. അതിലൊരു ന്യൂസ് ചാനൽ തുടങ്ങി. പിന്നീട് 2003 എനിക്ക് തോന്നുന്നു കേരളത്തിൽ ആദ്യമായിട്ട് ഒരു ജില്ല മുഴുവൻ കേന്ദ്രീകരിച്ചുള്ള ഒരു നെറ്റ്വർക്കിൻ്റെ കീഴിൽ TCV എന്ന് പറഞ്ഞിട്ടൊരു ചാനൽ തുടങ്ങി നമ്മൾ. TCV ഫുൾ ഫോം ഉണ്ടായിരുന്നു. തൃശ്ശൂർ കേബിൾ വിഷൻ എന്നാണ് അതിൻ്റെ പേര്. അത് തൃശ്ശൂർ ജില്ലയ്ക്കകത്ത് 30 ബ്യൂറോകളുണ്ടായിരുന്നു. ഒരു ദിവസം 12ഓളം ന്യൂസ് ബുള്ളറ്റിൻ, ലൈവ് ബുള്ളറ്റിൻ 12ഓളം ലൈവ് ബുള്ളറ്റിൻ ഉണ്ടായിരുന്ന 2003 അങ്ങനെ ഒരു ചാനൽ തുടങ്ങിയത് നമ്മളാണ്. ഞാൻ എൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിരുന്നു, ബ്യൂറോ ചീഫായിരുന്നു.
2003 തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ തുടങ്ങിയത് തൃശ്ശൂർ പൂരം ലൈവ് ചെയ്തിട്ടാണ്. തൃശ്ശൂർ പൂരം 36 മണിക്കൂർ ത്രൂ ഔട്ട് ലൈവ് ചെയ്തിട്ടാണ് ആ ചാനൽ ലോഞ്ച് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അതുവരെ ഉണ്ടായിരുന്ന ഒരു മാധ്യമ സംസ്കാരത്തെ മാറ്റി എഴുതിക്കൊണ്ട് ഒരു പ്രാദേശിക തലത്തിൽ ഒരു ചാനലിന് ഇങ്ങനെ വരാൻ പറ്റുമെന്ന് കാണിച്ചു കൊടുത്ത ഒരു ചാനൽ തന്നെയായിരുന്നു TCV. വേറെ വല്ല പാരമ്പര്യം ഉണ്ടായിരുന്നു ഈ പത്രപ്രവർത്തനത്തിൽ? പത്രപ്രവർത്തനത്തിന് അങ്ങനെ വേറിട്ട എന്താ പറയുക ഒരുപാട് പാരമ്പര്യമൊന്നും അവകാശപ്പെടാനുള്ള ആളൊന്നുമല്ല. ഞാനൊരു പ്രാദേശിക ലേഖനായിരുന്നു പത്രത്തിൻ്റെ. എങ്കിൽ പോലും അതിനേക്കാൾ അപ്പുറത്ത് നമുക്കൊരു ബിസിനസ് മൈൻഡ് അന്നും നമ്മുടെ മനസ്സിലുണ്ടായിരുന്നു. അതുകൊണ്ടൊക്കെ ആയിരിക്കാം ഒരു ബിസിനസ്സും കൂടി അതിൻ്റെ കൂടെ നമ്മൾ ചെയ്തു തുടങ്ങിയത്. പിന്നീട് ഞാൻ സാറ്റലൈറ്റ് ചാനലുകളിൽ ജോലിയായി. പിന്നെ അത് കഴിഞ്ഞ് സർക്കാർ സർവീസിൽ കുറച്ച് നാളുണ്ടായിരുന്നു. പിന്നീട് അതിനുശേഷം കൊച്ചിയിൽ വന്ന് ഒരു ഓർഗാനിക് ഫെർട്ടിലൈസർ കമ്പനിയിൽ ജോലി ചെയ്തു തുടങ്ങിയപ്പോഴാണ് നമ്മുടെ ലൈഫിൽ ശരിക്കും ഒരു മാറ്റം വരണത്. അവിടെ ജോലി ചെയ്യുന്ന സമയത്താണ്, അവിടെ ആ കമ്പനിയുടെ GM ആയിരുന്നു ഞാൻ. ആ സമയത്താണ് MG യൂണിവേഴ്സിറ്റിയിൽ ഓർഗാനിക് ഫാമിംഗ് കോഴ്സിന് ചേരാനായിട്ട് അവസരം കിട്ടിയതും KV ദയാൽ സാറിനെ പരിചയപ്പെടുന്നത്. ഇതിനിടയ്ക്ക് പഠിക്കാൻ പോവാണ്? ഇല്ല, ഈ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് പഠിക്കുന്നത്. അപ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ലൈഫിൻ്റെ പർപ്പസ് എന്നുള്ളത് മനസ്സിലാക്കിയത് ഒരു പരിധി വരെ ദയാൽ സാറിൻ്റെ കൂടെ നമ്മൾ പഠിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തപ്പോഴാണ്. അന്ന് വരെ ഉണ്ടായിരുന്ന ലൈഫും അതിന് ശേഷം ഉണ്ടായിരുന്ന ലൈഫും രണ്ടും രണ്ടാന്ന് തന്നെ പറയാം. സത്യത്തിൽ ഒരു ഓർഗാനിക് ഫാമിംഗ് കോഴ്സ് പഠിക്കുന്നതിനേക്കാൾ അപ്പുറത്ത് മനുഷ്യൻ്റെ പ്രശ്നം എന്താ? മനുഷ്യനൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. എന്താണ് തെറ്റ്? മനുഷ്യൻ്റെ തെറ്റ് പറ്റിയത് എന്താ? മനുഷ്യൻ്റെ ഫുഡാണ് മനുഷ്യൻ്റെ തെറ്റ്. മനുഷ്യന് തെറ്റ് പറ്റിയത് ഈ ഭക്ഷണത്തിലാണ്. മനുഷ്യൻ്റെ ശരിക്കുള്ള ഭക്ഷണം എന്താണ്? അരിയും ഗോതമ്പുമാണോ മനുഷ്യൻ്റെ ഭക്ഷണം? ഒരിക്കലുമല്ല. ഞാനതിന് നമുക്കൊക്കെ മനസ്സിലാവുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ, നമ്മളിപ്പോൾ ഒരു പ്രാവ്, ഒരു താറാവ്, ഒരു കോഴി, മനുഷ്യൻ, ഈ 4 പേർക്കും അരി വിളമ്പിക്കഴിഞ്ഞാൽ ആർക്കൊക്കെ കഴിക്കാൻ പറ്റും? ഉറപ്പായിട്ടും നമ്മളൊഴിച്ച് മനുഷ്യനൊഴിച്ച് ബാക്കി എല്ലാവർക്കും കഴിക്കാം, ഡയറക്റ്റ് കഴിക്കാം. അവരുടെ ഡൈജസ്റ്റിംഗ് സിസ്റ്റം അങ്ങനെയാണ്. മനുഷ്യൻ അങ്ങനെയാണോ? മനുഷ്യൻ അങ്ങനെയല്ല. മനുഷ്യനത് പുഴുങ്ങണം, നെല്ല് പുഴുങ്ങണം, അത് കഴിഞ്ഞ് കുത്തണം, അത് കഴിഞ്ഞ് വേവിക്കണം, അത് കഴിഞ്ഞിട്ട് ഉപ്പിടണം, അത് കഴിഞ്ഞിട്ട് കറികൾ കൂട്ടിയിട്ട് വേണം കഴിക്കാൻ. ശരിയല്ലേ? മനുഷ്യൻ്റെ ഭക്ഷണം അതല്ല. അപ്പം മനുഷ്യൻ പിന്നെ എങ്ങനെ ഇതിലേക്ക് വന്നു? അരിയിലേക്കും ഗോതമ്പിലേക്കും വന്നു. ഈ അരിയിലും ഗോതമ്പിലേക്കും വരാനുള്ള കാരണം മനുഷ്യൻ്റെ ഭക്ഷണം ഫ്രൂട്ട്സ് ആണ്. മനുഷ്യൻ്റെ ഭക്ഷണം കാര്യം നമ്മൾ ബൈബിളിലും അത് പുരാണങ്ങളിലൊക്കെ പഠിച്ചിട്ടുണ്ട്. ബൈബിളിൽ പറയുന്നുണ്ട് മനുഷ്യനെ ജനിപ്പിച്ചത് ഏദൻ തോട്ടത്തിലാണ്. ഏദൻ തോട്ടത്തിൽ കായ്കനികൾ ഭക്ഷിച്ചിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അപ്പോൾ മനുഷ്യൻ്റെ ഭക്ഷണം ഫ്രൂട്ട്സ് ആണെന്ന് മനസ്സിലായി. പക്ഷേങ്കിൽ പിന്നീട് എങ്ങനെയാണ് അരിയിലേക്കും ഗോതമ്പിലേക്കും മനുഷ്യൻ വന്നത്? അവിടെയാണ് മനുഷ്യൻ പണ്ട് കാടുകളിലായിരുന്നു താമസിച്ചിരുന്നത്. അവിടെ നിന്ന് അവൻ്റെ സംസ്കാരം നദീതടങ്ങളിലേക്ക് അവൻ മാറ്റിയപ്പോൾ എടുത്തു വെക്കാൻ അല്ലെങ്കിൽ ഷെൽഫ് ലൈഫ് ഉള്ള ഒരു ഭക്ഷണം എന്നുള്ള രീതിയിലാണ് അരിയിലേക്കും ഗോതമ്പിലേക്കും മനുഷ്യൻ വന്നത്. ഇത് തലമുറയായിട്ട് മനുഷ്യൻ ഈ അരിയും ഗോതമ്പും കഴിച്ചപ്പോൾ മനുഷ്യന് ജീർണം സംഭവിച്ചു. ഇതാണ് എല്ലാ അസുഖങ്ങൾക്കും കാരണം. ഷുഗർ ആയിക്കോട്ടെ, ക്യാൻസർ ആയിക്കോട്ടെ, എല്ലാ അസുഖങ്ങൾക്കും കാരണം ഇതാണ്. അപ്പം ഇതിനൊരു മാറ്റം വേണം. ഇത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ നടക്കുന്ന കാര്യമല്ല. അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ദയാൽ സാറിൻ്റെ കൂടെ പോയപ്പോൾ നമുക്ക് കിട്ടിയുള്ള അറിവും തിരിച്ചറിവും. അപ്പം ഞങ്ങൾ ഈ ഒരു ഭക്ഷണത്തിലൂടെയാണ് ആരോഗ്യമെന്ന് മനസ്സിലാക്കിയപ്പോൾ ഈ ആരോഗ്യ മേഖലയിൽ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ് ഞങ്ങൾ 2 പേരാണ് മെയിനായിട്ട്. നേരത്തെ 2 പേരും എൻ്റെ കൂടെ നേരത്തെ ഉണ്ടായിരുന്ന ഫെർട്ടിലൈസർ കമ്പനിയിൽ CEO ആയിരുന്നു. ആ കമ്പനിയിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. അപ്പം ഞങ്ങളൊരു ബിസിനസ് മൈൻഡ് സെറ്റ് ഉള്ള ആൾക്കാരും കൂടിയാണ്. അപ്പം ഞങ്ങൾ ദയാൽ സാറിൻ്റെ ആശയം ഉൾക്കൊണ്ടുകൊണ്ട് ഞങ്ങളൊരു കമ്പനി രൂപീകരിച്ചു. ഞങ്ങൾ ആദ്യം ഒരു ഹോസ്പിറ്റലാണ് തുടങ്ങിയത്. ആ ഹോസ്പിറ്റലിൽ എല്ലാ ചികിത്സകളും ഉണ്ട്. നിങ്ങൾ 2 പേരും കൂടിയാണ് ആ ഹോസ്പിറ്റൽ തുടങ്ങുന്നത്? ഞങ്ങൾ 2 പേരും ഉണ്ട്. അതുപോലെ തന്നെ ഈ ഓർഗാനിക് ഫാമിങ്ങിൽ പഠിച്ചവർക്ക് ഒരു കൂട്ടായ്മയുണ്ട്, വാനപ്രസ്ഥം എന്നാണ് ആ കൂട്ടായ്മയുടെ പേര്. അതിൽ റിട്ടയർ ആയിട്ടുള്ള കളക്ടർമാരുണ്ട്, IAS ആരുണ്ട്, കെമിസ്റ്റുമാരുണ്ട്, അങ്ങനെ ഭയങ്കര നല്ല പ്രൊഫൈലിൽ വർക്ക് ചെയ്തിട്ടുള്ള ആൾക്കാരുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 പേരുമാണ് കമ്പാരിറ്റീവ്ലി പ്രായം കൊണ്ട് കുറവുള്ള ആൾക്കാർ. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു ലൈഫിൽ ഇനി സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് ലൈഫിന് ശേഷം സമൂഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മൾ ഒരു വാനപ്രസ്ഥത്തിൻ്റെ കീഴിൽ ആനന്ദ കേന്ദ്രം എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റൽ തുടങ്ങുന്നത്. ഞാൻ അവിടെ ഒന്ന് ബ്രേക്ക് ചെയ്തു. ഉറപ്പായിട്ടും നമ്മൾ ഈ ആനന്ദ കേന്ദ്രം തുടങ്ങുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യം ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു, അവിടെ നിന്ന് വന്നിട്ട് പഠിക്കുകയാണ്, എന്നിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഇൻഡസ്ട്രിയിൽ നിന്നുള്ള ജോലി വിട്ടിട്ടാണോ ഈ സംരംഭത്തിലേക്ക് വരുന്നത്? ഉറപ്പായിട്ടും ജോലി രാജിവെച്ചിട്ടാണ് പുതിയ കമ്പനി തുടങ്ങുന്നത്. ഞങ്ങൾ 2 പേരും തുടങ്ങിയത് ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. ഇതല്ല ആനന്ദമല്ലാതെ ആദ്യം തുടങ്ങിയത് ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. അതിൻ്റെ ഞങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ദയാൽ സാറിൻ്റെ ആശയങ്ങളായതുകൊണ്ട് ഞങ്ങൾ എന്ത് ചെയ്യുമ്പോഴും
ദയാൽ സാറിൻ്റെ ആശയങ്ങളായിട്ട് യോജിച്ചു പോകുന്ന രീതിയിലാണ് ഞങ്ങൾ ചെയ്തിരുന്നത്. അതിൻ്റെ ഒരു ബേസ് എന്ന് പറയുന്നത് 51% സേവനം, 49% ബിസിനസ്സുമാണ്. 51% നമ്മൾ സേവനമായിരിക്കും, 49% ബിസിനസ് ആയിരിക്കും. ബിസിനസ് ചെയ്ത് കാശുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് സേവനം ചെയ്യാൻ പറ്റുള്ളൂ. വെറുതെ സേവനം ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ഈ ബിസിനസ്സിലേക്ക് മാറി ഇതിലൊരു സേവനവും ബിസിനസ്സും കൂടെ കണ്ടെത്തി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ ആനന്ദ കേന്ദ്രം തുടങ്ങിയപ്പോൾ നമുക്കറിയാം നമ്മുടെ നാട്ടിൽ വികസനം നടക്കുന്നുണ്ട്, ശരിയല്ലേ? പക്ഷേ പുരോഗതി നടക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് സംശയമാണ്. ഞാനൊരു സിമ്പിൾ ഉദാഹരണം കൂടി പറയാം. നമ്മുടെ നാട്ടിലെ ആരോഗ്യ മേഖല തന്നെ എടുക്കാം. ആരോഗ്യ മേഖലയിൽ നാട്ടിൻപുറങ്ങളിൽ PHC ഉണ്ട്, താലൂക്ക് ആശുപത്രി ഉണ്ട്, ജില്ലാ ആശുപത്രി ഉണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഉണ്ട്, ആയുർവേദം ഉണ്ട്, അലോപ്പതി ഉണ്ട് എന്ന് തുടങ്ങിയ എല്ലാ മേഖലയിലും നമ്മൾ ഭയങ്കരമായിട്ട് വികസിച്ചു. പക്ഷെ പുരോഗതി സംഭവിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പുരോഗതി ഉണ്ടാവണമെങ്കിൽ എന്ത് വേണം? നമ്മുടെ ആരോഗ്യ മേഖല, നമുക്കുള്ള മനുഷ്യൻ്റെ ആരോഗ്യം കുറച്ചുകൂടി മെച്ചപ്പെടണം. മനുഷ്യൻ്റെ ആരോഗ്യം മെച്ചപ്പെടുകയാണോ ചെയ്തത്? കൂടുതൽ അസുഖങ്ങൾ വരികയാണോ ചെയ്തത്? ഡേ ബൈ ഡേ അസുഖങ്ങൾ കൂടി വരികയാണ്, സംശയമൊന്നുമില്ല, ശരിയല്ലേ? അപ്പം നമ്മൾ വികസിച്ചു എന്ന് പറയുമ്പോഴും പുരോഗതിയിൽ നമ്മൾ പുറകിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയാണ് ഞങ്ങളുടെ ആനന്ദ കേന്ദ്രത്തിൻ്റെ പ്രസക്തി. അപ്പോൾ ഒരു അസുഖമായിട്ട് വരുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഒരു അസുഖത്തിന് ചികിത്സിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവന് രണ്ടാമതൊരു അസുഖം കൂടി വരുന്ന രീതിയാണ് ഇന്ന് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ആരോഗ്യ മേഖലയിലേക്ക് വന്നപ്പോൾ, ആനന്ദ കേന്ദ്രം തുടങ്ങിയപ്പോൾ, ഒരാൾ വന്നു കഴിഞ്ഞാൽ അവൻ്റെ രോഗത്തിൻ്റെ കാരണം എന്താണ്, എങ്ങനെ ഇത് മാറ്റാൻ പറ്റും, ഏത് രീതിയിൽ കൂടെ അത് മാറ്റാൻ പറ്റും, ഏത് ഭക്ഷണം കഴിച്ചാൽ മാറ്റാൻ പറ്റും എന്നുള്ള കാര്യങ്ങളായിരുന്നു ഞങ്ങൾ പറഞ്ഞു കൊടുത്തിരുന്നത്. അപ്പോൾ അവിടെ വരുന്ന രോഗികളിലെ കൂടുതലും കരൾ രോഗവുമായി ബന്ധപ്പെട്ട് വന്നിരുന്ന ആൾക്കാരുണ്ടായിരുന്നു. കരൾ രോഗം. അപ്പം നോർമലി നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ കരൾ രോഗം വരുന്നതിന് നമ്മൾ പൊതുവെ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്, കള്ളുകൂടിയായിരിക്കും അല്ലെങ്കിൽ മദ്യപിച്ചുള്ള ആൾക്കാർക്കായിരിക്കും കൂടുതലായിട്ടും കരൾ രോഗം വരുന്നത്. ശരിയാണ്, ഒരു പരിധി വരെ അത് ശരിയാണ് താനും. പക്ഷേങ്കിൽ ഈ മദ്യപിച്ച് വരുന്ന ആൾക്കാരെ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അസുഖം മാറ്റാൻ എളുപ്പമാണ്. ഞങ്ങൾക്ക് എളുപ്പം മാറ്റാൻ പറ്റിയിരുന്നു. പക്ഷേങ്കിൽ കുറേ പേർക്ക് മാറ്റാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് ഇത് അവരുടെ മാറാത്തത് എന്ന് നോക്കിയപ്പോൾ അവരുടെ പ്രൊഫൈൽ എടുത്ത് നോക്കിയപ്പോഴാണ് അവരുടെ പ്രൊഫൈൽ ഒന്നുകിൽ അവർ പെയിൻറ്റർമാരായിരിക്കും അല്ലെങ്കിൽ പൂജാരിമാരായിരിക്കും. അങ്ങനെയുള്ള പ്രൊഫൈലിൽ വർക്ക് ചെയ്തുള്ള ആൾക്കാർ. പെയിൻറ്ററും പൂജാരി ബന്ധമില്ലാത്തൊരു പ്രശ്നമാണ്. ഉറപ്പായിട്ടും സാധാരണ ഒരാളെ സംബന്ധിച്ചിടത്തോളം പൂജാരി എന്ന് പറയുന്നതും അല്ലെങ്കിൽ പെയിൻറ്റർ എന്ന് പറയുന്നതും കരൾ രോഗവുമായിട്ട് ഒരിക്കലും കണക്ട് ആവുന്നില്ല. കാരണം അവര് ശരിയാണ്. പക്ഷേ ഇതിന്റെ ബാക്കിലേക്ക് പോകുമ്പോഴാണ് ഞാനത് പറയാം. ഇപ്പൊ പെയിൻറ്റർമാരെ സംബന്ധിച്ചിടത്തോളം പെയിൻറ്റർമാരാണ് ഒരു പെയിന്റിന്റെ ഡബ്ബ ആദ്യമായിട്ട് തുറക്കണത്. അപ്പൊ പെയിന്റിനകത്തുള്ള ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ മുഴുവൻ ആദ്യം ഇൻഹേൽ ചെയ്യണത് ഇവരാണ്. അത് മുഴുവൻ വലിച്ചു കയറ്റണത് ഈ പെയിൻറ്റർമാരാണ്. ഞാൻ സിമ്പിളായിട്ടൊരു ഉദാഹരണം കൂടി പറയാം. 55 വയസ്സിന് മുകളിലുള്ള പെയിൻറ്റർമാരെ നിങ്ങൾ അധികം കണ്ടിട്ടുണ്ടോ? സാധ്യത കുറവായിരിക്കും. കാരണം 55 വയസ്സാവുമ്പോഴേക്കും ഇവന് ജോലി ചെയ്ത് ജീവിക്കാനുള്ള ആരോഗ്യം കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതുകൊണ്ടാണ് കാണാത്തത്, വേറെ ഒന്നും കൊണ്ടല്ല. അപ്പോൾ ഇതിൻ്റെ പുറകിലേക്ക് പോയപ്പോഴാണ് ഞങ്ങൾക്ക് അതിൻ്റെ കാരണം മനസ്സിലായത്. അതുപോലെ പൂജാരിമാരെ സംബന്ധിച്ചിടത്തോളം പൂജാരിമാർക്ക് എങ്ങനെയാണ് കരൾ രോഗം വരുന്നത്? ഒരു ഐഡിയയും ഇല്ല. അവർ പെയിന്റ് എന്തായാലും തുറക്കുന്നില്ല. പൂജാരിമാർ നോർമലി നമ്മുടെ നാട്ടിലൊക്കെ പണ്ട് കാലത്ത് നമ്മൾ കുന്തിരിക്കായാലും സാമ്പ്രാണിയായാലും ഉപയോഗിച്ചിരുന്നതൊക്കെ നമുക്കറിയാം. ഒരു മരത്തിൻ്റെ കറയാണ്, നാച്ചുറൽ ആയിട്ടുള്ള പ്രൊഡക്റ്റാണ്. എന്നാൽ ഇന്ന് കംപ്ലീറ്റ് സിന്തറ്റിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. തമിഴ്നാട്ടിൽ പോയി കഴിഞ്ഞാൽ 50 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഏത് സാധനവും നമുക്ക് സിന്തറ്റിക് ആയിട്ട് കിട്ടും. ഏത് മണം വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇത് അടച്ചിട്ടൊരു റൂമിലിരുന്നിട്ട് ഇവർ പൂജാകർമ്മങ്ങൾ ചെയ്യുമ്പോൾ അത് മുഴുവൻ ഇൻഹേൽ ചെയ്യണത് പൂജാരിമാരാണ്. ഇനി അസുഖത്തിൻ്റെ കാരണം ഞാൻ പറയണ്ടല്ലോ. തീർച്ചയായിട്ടും പറയണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ദയാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഈ പെയിൻറ്റർമാർക്ക് ഇത്രയും പ്രശ്നം ഉണ്ടെങ്കിൽ ഇവരെ രക്ഷപ്പെടുത്താൻ നമുക്ക് എന്താണ് ഒരു സൊല്യൂഷൻ? അപ്പോൾ സാറ് പറഞ്ഞു, ഉറപ്പായിട്ടും. ഞങ്ങൾ സാറിൻ്റെ അടുത്ത് ചോദിച്ചൊരു കാര്യം, ഒരു ഓർഗാനിക് പെയിന്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റുമോ എന്നുള്ളത്. പൂജാരിമാരെ വിട്ട് പെയിന്ററിലേക്ക് പോയി. കാരണം പൂജാരിമാരെക്കാളും എണ്ണത്തിൽ കൂടുതലുള്ളത് പെയിൻറ്റർമാരാണ്. നമ്മളൊരു കാര്യത്തെ അഡ്രസ്സ് ചെയ്യുമ്പോൾ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു 49% ബിസിനസ്സും 51% സേവനമാണെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മളൊരു കാര്യത്തെ, ഒരു സമൂഹത്തിന് നമ്മുടെ എന്താ പറയുക മനസ്സിന് സംതൃപ്തി തരുന്ന ഒരു കാര്യം ചെയ്യാനായിട്ട് നോക്കിയപ്പോൾ പെയിൻറ്റർമാരാണ് കുറേയും കൂടിയും കൂടുതലുള്ളത്. അവരുടെ പ്രശ്നം പരിഹരിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പൊതുസമൂഹത്തിന്റെ പ്രശ്നമാണ് പരിഹരിക്കപ്പെടുന്നത്. കാരണം പെയിന്റിൽ ഇത്രയും പ്രശ്നമുണ്ടെങ്കിൽ ഈ പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് പെയിൻറ്റർമാരാണെങ്കിലും ആ വീട്ടിൽ താമസിക്കുന്ന ചെറിയ കുട്ടികൾ ഉൾപ്പെടെയുള്ള എല്ലാവർക്കും ഈ പ്രശ്നമുണ്ടാവും. നമ്മളൊന്നും തിരിച്ചറിയാത്ത വേറൊരു കാര്യം കൂടി ഞാൻ പറയാം. പെയിന്റ് 24 മണിക്കൂറും പൊടിഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം, പക്ഷെ നമുക്ക് കാണാൻ പറ്റുന്നില്ല. ഈ പെയിന്റിനകത്ത് ഇത്രയും ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഉണ്ടെങ്കിൽ 24 മണിക്കൂറും
24 മണിക്കൂറും 365 ദിവസം പെയിന്റ് ഇങ്ങനെ പൊടിഞ്ഞുകൊണ്ടിരിക്കും. നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കാരണം അത്രയും ചെറിയ പാർട്ടിക്കിളാണത്. ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്നത്. സാധാരണ നമുക്കത് സിമ്പിളായിട്ട് മനസ്സിലാക്കാനായിട്ട് നമ്മളൊരു 4-5 ദിവസം വീട് പൂട്ടിയിട്ടിട്ട് പോയിട്ട് വന്നു കഴിഞ്ഞാൽ വീടിനകത്ത് മുഴുവൻ പൊടി ഉണ്ടാവും. ഈ പൊടി എവിടുന്നാണ് വരുന്നത്? നമ്മൾ നോർമലി വിചാരിക്കും പുറത്തുനിന്ന് പൊടി വന്നതാണെന്ന്. പക്ഷെ പൊടി പുറത്തുനിന്ന് വന്നല്ല. അപ്പോഴും വീട്ടിലുള്ള അമ്മയായാലും മറ്റ് സ്ത്രീകളും പറയും, ഞാൻ വീട് മുഴുവൻ അടച്ചിട്ടിട്ടാണല്ലോ പോയത്, പിന്നെ എവിടെ നിന്ന് ഈ പൊടി വന്നതെന്ന്. ശരിക്കും ഈ പൊടി വരുന്നത് ഈ പെയിന്റിൽ നിന്നാണ്. ഈ പൊടിയാണ് നമ്മൾ ഇൻഹേൽ ചെയ്യണത്. കാരണം ഈ പെയിന്റിനകത്ത് ഇത്രയധികം കെമിക്കൽ ഉണ്ടെങ്കിൽ, ആ കെമിക്കൽ മുഴുവൻ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമുക്ക് അസുഖം വരും. ഈ അസുഖം വരാനുള്ള കാരണം വേറൊന്നുമല്ല, നമ്മുടെ വീടിനകത്ത് തന്നെയാണ്. അപ്പോൾ ഈ കെമിക്കലാണ് ഏറ്റവും കൂടുതൽ സമയം വീടിനകത്ത് സ്പെൻഡ് ചെയ്യുന്ന നമ്മുടെ കൊച്ചുമക്കളായാലും മുതിർന്നവരായാലും അവരാണ് ഏറ്റവും കൂടുതൽ നേരം വീടിനകത്ത് സ്പെൻഡ് ചെയ്യുന്നത്. അവർ ഇൻഹേൽ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും അപകടകരമായ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ചെറിയ കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ പഠന വൈകല്യങ്ങൾ ഉണ്ടാവുന്നത്. ഇപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഈ പഠന വൈകല്യങ്ങൾക്ക് കാരണം വേറൊന്നുമല്ല, ഇത് തന്നെയാണ്, പെയിന്റാണ്. കാരണം 24 മണിക്കൂർ 365 ദിവസം ഇത് ഇൻഹേൽ ചെയ്യുക. മുതിർന്നവരെ സംബന്ധിച്ചിടത്തോളം പഠനത്തെക്കാൾ കൂടുതൽ അവർക്ക് നമുക്ക് നേരിട്ട് മനസ്സിലാവുന്ന കാര്യം, അവർക്ക് ആസ്മ പോലുള്ള ശ്വാസകോശ അസുഖങ്ങൾ പോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് വരുന്നുണ്ട്. ഇതിനൊക്കെ കാരണം ഇതാണെന്ന് ഐഡന്റിഫൈ ചെയ്യുമ്പോഴാണ് ഞങ്ങൾ ഒരു ഓർഗാനിക് പെയിന്റ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പിന്നാലെ ഞങ്ങൾ പോണത്. അപ്പം ഞങ്ങളുടെ കൂടെ കൂടാൻ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇൻസ്പയർ ആയിട്ട് നിന്നത് ഈ വാനപ്രസ്ഥം ഗ്രൂപ്പിലുള്ള ഈ റിട്ടയർ ആയിട്ടുള്ള കളക്ടർമാരും IAS-ആരും അതുപോലെ തന്നെ കെമിസ്റ്റുമാരും ആ ഒരു ടീം ഞങ്ങൾക്ക് തന്ന പിന്തുണ ചെറുതല്ല. മക്കളെ എന്ന് പറഞ്ഞല്ലേ? ഉറപ്പായിട്ടും. അപ്പം ഞങ്ങൾ ഇതിന്റെ പിന്നാലെ പോയപ്പോൾ ഞങ്ങൾ ദയാൽ സാറിൻ്റെ അടുത്ത് ചോദിച്ചു, ദയാൽ സാറേ നമുക്കൊരു ഓർഗാനിക് പെയിന്റ് ഉണ്ടാക്കാൻ എന്താ ചെയ്യുക, ഇത് ഉണ്ടാക്കാൻ പറ്റുമോ? അപ്പോൾ ദയാൽ സാർ പറഞ്ഞു ഉറപ്പായിട്ടും പറ്റും. അപ്പം ഞങ്ങൾ അടുത്ത ചോദ്യം ഞങ്ങളുടെ, പിന്നെ എന്തുകൊണ്ട് ആരും ഇത് ഉണ്ടാക്കിയില്ല? അപ്പോൾ ദയാൽ സാർ പറയണത്, ആരും ഇതിനു വേണ്ടി ശ്രമിച്ചിട്ടുണ്ടാവില്ല. നിങ്ങൾ 7 സ്ഥലത്ത് പോയി മുട്ടിക്കഴിഞ്ഞാൽ 7ാമത്തെ സ്ഥലത്തിനേക്കാളും മുമ്പ് നിങ്ങൾക്ക് ഇതിന് ഉത്തരം കിട്ടും. അല്ല, ഈ പറഞ്ഞത് വലിയൊരു കാര്യം. ഞാൻ പണ്ട് ഹിൽ പാലസിലൂടെ പോകുമ്പോൾ എഴുതിയിട്ടുണ്ടായിരുന്നു, അവർ കുമ്മായം പോലെയല്ല ഉപയോഗിക്കുന്നത്, മുന്തിരിയുടെ ചാറുകൊണ്ട് ഉണ്ടാക്കിയ പെയിന്റാണ്. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇവരെന്തിനാ അത്ര ഇപ്പോഴത്തെ പെയിന്റ് ഇട്ടാണ് ഇവർക്ക് എളുപ്പമായിരുന്നല്ലോ എന്ന്. പക്ഷെ അവർക്ക് അന്നേ വിവരമുണ്ടായിരിക്കും ഈ പെയിന്റും ഹാംഫുൾ ആയിട്ടുള്ളൊന്നും ഉപയോഗിക്കരുതെന്നുള്ളൊരു ധാരണ. ഉറപ്പായിട്ടും. കാരണം നമുക്ക് മുന്നേ ഉണ്ടായിരുന്നിരിക്കാം. ഉറപ്പായിട്ടും. അതായത് നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊണ്ട് പെയിന്റ് പണ്ട് മുതലേ ഉണ്ടാക്കിയിരുന്നു, അതിലൊരു സംശയമില്ല. ഞാൻ അതിലേക്ക് വരാം. ഒപ്പം തന്നെ ഞങ്ങൾ ഇതിന്റെ പുറകിലോട്ട് പോയപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, പെയിന്റിനകത്ത് ഉപയോഗിക്കുന്ന കെമിക്കലിൽ പലതും മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ലെഡ്, മെർക്കുറി പോലുള്ള ഹെവി മെറ്റൽസ് ധാരാളം അടങ്ങിയിട്ടുണ്ടെന്നാണ്. നിങ്ങൾ ചിലപ്പോൾ വായിച്ചിട്ടുണ്ടാകും. 2018 ഇന്ത്യൻ എക്സ്പ്രസ്സിലൊരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. അവർ ഇന്ത്യയിലുള്ള ഒരു 50 പെയിന്റ് കമ്പനികളുടെ സാമ്പിൾ എടുത്തിട്ട് പരിശോധിച്ചു. അതിൽ 99% പെയിന്റ് കമ്പനി ഉണ്ടാക്കുന്ന പെയിന്റുകളിലും ഇവിടെ ഇന്ത്യയിൽ 100 ppm ആണ് പരമാവധി ഇത്തരം കെമിക്കൽസ് ഉപയോഗിക്കാനുള്ള പരിധി. അതിൻ്റെ 100 ഇരട്ടിയാണ് ഉപയോഗിക്കുന്നത് ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന പല പെയിന്റ് കമ്പനികളും ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ സോഴ്സ് എന്താണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അല്ലെങ്കിൽ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതിൽ എത്ര ശതമാനം അല്ലെങ്കിൽ എത്ര അളവിൽ ഹാംഫുൾ ആയിട്ടുള്ള കെമിക്കൽ ചേർക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ വേണം. നേരത്തെ പറഞ്ഞ പോലെ ഒരു ഓർഗാനിക് പെയിന്റ് ഉണ്ടാക്കാനുള്ള ശ്രമം ഞങ്ങൾ തുടങ്ങി. ഇതിന് ഓർഗാനിക് പെയിന്റ് ഉണ്ടാക്കാൻ നമ്മൾ ഒറ്റയടിക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമല്ലോ. നിലവിലുണ്ടായിരുന്ന സിസ്റ്റം തന്നെ അങ്ങനെ ഒരു സാധനത്തെ കുറിച്ച് ആലോചിക്കാത്തതാണ്. പുതിയ സാധനം ഉണ്ടാക്കിയെടുക്കണം. അപ്പൊ ആദ്യം ഞങ്ങൾ ചെയ്തത് നിലവിലുള്ള പെയിന്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞങ്ങൾ ഒരിക്കലും ഒരു പെയിന്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്ന ആൾക്കാരല്ല. ഞങ്ങളൊരു ആരോഗ്യ മേഖലയിൽ ഒരു ഹെൽത്ത് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്ന ആൾക്കാർ അവിചാരിതമായിട്ട് പെയിന്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്നതാണ്. അപ്പോൾ ആദ്യം ഞങ്ങൾ നോക്കിയത് മറ്റ് പുറം രാജ്യങ്ങൾ, യൂറോപ്യൻ രാജ്യങ്ങളിൽ എങ്ങനെയാണ് പെയിന്റ് ഉണ്ടാക്കുന്നത്. ഉറപ്പായിട്ടും. പക്ഷേ ഇവിടെയൊക്കെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പ്രകൃതിയുടെ ഒരു കൈത്താങ് ഞങ്ങൾക്കുണ്ടായിരുന്നു. കാരണം പ്രകൃതിക്ക് ഈ സാധനം വേണമായിരുന്നു, അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് ഇങ്ങനൊരു പ്രൊഡക്റ്റ് വേണമായിരുന്നു. അതിനെ ഞങ്ങളെ ഉപയോഗപ്പെടുത്തി എന്ന് വിശ്വസിക്കാനാണ് ഞങ്ങൾക്കിഷ്ടം. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു യൂറോപ്യൻ രാജ്യങ്ങളിൽ എങ്ങനെയാണ് പെയിന്റ് ഉണ്ടാക്കണമെന്ന് ഞങ്ങൾ പഠിച്ചു. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്, യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്വാളിറ്റിയുള്ള എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ടാക്കുന്നത് സ്വിറ്റ്സർലാൻഡ് ടെക്നോളജി അഡോപ്റ്റ് ചെയ്തുകൊണ്ടാണ്. സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു ജീവിക്കും, അതായത് മനുഷ്യനോ മൃഗത്തിനോ പക്ഷിക്കോ ഒരാൾക്കും ആരോഗ്യത്തിന് ഹാനികരമാകുന്ന രീതിയിലുള്ള ഒരു കെമിക്കലും ഇതിൽ ഉപയോഗിക്കാൻ പാടില്ല എന്ന് കൃത്യമായ നോംസ് ഉണ്ട്. ആ ക്രൈറ്റീരിയ ഉപയോഗിച്ച് നിർമ്മിച്ചാൽ മാത്രമേ പെയിന്റ് ആയിട്ട് അത് വിൽക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ ഒരു സ്വിറ്റ്സർലാൻഡ് ടെക്നോളജി നമ്മൾ അഡോപ്റ്റ് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയുള്ള ബെനിഫിറ്റാണ് ഹാംഫുൾ അല്ലാത്ത, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഒരു തരം പ്രശ്നമുണ്ടാക്കാത്ത, കൂടുതൽ കവറേജ് കിട്ടുന്ന
മണമില്ലാത്ത എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള അതുപോലെ തന്നെ ബ്രഷബിലിറ്റി കൂടുതലുള്ള ഒരു പെയിന്റ് ഉണ്ടാക്കാൻ പറ്റി. അങ്ങനെയാണ് കേരള പെയിന്റ് എന്ന് പറയുന്ന ഇന്ന് കാണുന്ന കേരള പെയിന്റിന്റെ ജനനം. അപ്പോൾ അതിൽ ഹെവി മെറ്റൽസ് ഒന്നും ഇല്ല. 100% നമുക്ക് പറയാൻ പറ്റും. ഇന്ന് പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നോർമലി നിങ്ങൾ പെയിന്റ് അടിക്കുന്ന വീടുകളിൽ ഒരു സഫക്കേഷൻ ഉണ്ടാവും. ഒരു 3-4 ദിവസത്തേക്ക്, പ്രത്യേകിച്ച് ആസ്മയുള്ള ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം ആ വീടിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പറ്റില്ല. 4-5 ദിവസം കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വന്നാൽ മതി എന്ന് പറയും. പക്ഷേങ്കിൽ നമ്മുടെ കേരള പെയിന്റ് അടിച്ച് കഴിഞ്ഞാൽ പെയിന്റ് അടിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇവിടെ ചെറിയ കുട്ടികൾക്കായാലും ആസ്മയുള്ളവർക്കായാലും നിൽക്കാം. ഒരു തരം മണം ഉണ്ടാവില്ല, ഒരു തരം ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല. പെട്ടെന്ന് പൊളിഞ്ഞും പോവില്ല. അതായത് ഒരു പെയിന്റിന് എന്തൊക്കെ ക്വാളിറ്റി ഉണ്ട്, നിലവിലുള്ള ബ്രാൻഡഡ് കമ്പനികൾ കൊടുക്കുന്ന എല്ലാ ക്വാളിറ്റിയും അഷ്വർ ചെയ്തുകൊണ്ട്, അതായത് പൂപ്പലും പായലും പിടിക്കില്ല, കവറേജ് കൂടുതൽ കിട്ടും, ഏത് കളർ കിട്ടും, 10,000-ലധികം കളർ കിട്ടും, ഈ ക്വാളിറ്റി ഒക്കെ നിലനിർത്തിക്കൊണ്ട് ഒരു പെയിന്റ് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചു എന്ന് പറയുന്നത്, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഒരു പ്രകൃതിയുടെ ബ്ലെസ്സിങ് ഞങ്ങൾക്ക് ഉണ്ട് എന്ന് പറയുന്നത്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഉറപ്പായിട്ടും ഈ വലിയൊരു ടെക്നോളജിയൊക്കെ ഉപയോഗിച്ച് സൃഷ്ടിക്കുകയാണെങ്കിൽ ഒരു പെയിന്റ് പ്രകൃതിയുടെ ബ്ലെസ്സിങ് എന്നൊക്കെ പറഞ്ഞാലും ഈ വില പണിയുന്ന ആൾക്കാരൊക്കെ സാധാരണക്കാരാണ്. നിങ്ങൾ ഈ അന്യായ വില ഇടാണ്ട് ഇത് വിൽക്കാൻ പറ്റുമല്ലോ. അവിടെയാണ് ഞങ്ങൾ നേരിട്ട ഏറ്റവും വലിയ പ്രതിസന്ധി അല്ലെങ്കിൽ ഏറ്റവും വലിയൊരു വെല്ലുവിളി എന്ന് പറയുന്നത്. കാരണം ഇങ്ങനൊരു പെയിന്റ് ഉണ്ടാക്കിയപ്പോൾ, സ്വിറ്റ്സർലാൻഡ് ടെക്നോളജിയിൽ ഒരു പെയിന്റ് ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ റോ മെറ്റീരിയൽ കോസ്റ്റിന് ഭയങ്കര വിലയായിരുന്നു. അപ്പോൾ പെയിന്റ് ഉണ്ടാക്കാൻ വന്ന ചെലവ് കൂടുതലായിരുന്നു. ഈ കൂടുതലായിട്ടുള്ള ചെലവ് വെച്ചിട്ട് ഞങ്ങളൊരു ഇന്നത്തെ ഇൻഡസ്ട്രിയിൽ ഞങ്ങൾ മത്സരിക്കുന്നത് ഭീമന്മാരുടെ അടുത്താണ്. അവർ മത്സരിക്കുന്നത്, അല്ലെങ്കിൽ അവർ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. എല്ലാ ടിവിയിലും എല്ലാ പത്രത്തിലും കോടികളുടെ വലിയ ഇൻഡസ്ട്രിയിലേക്കാണ് കേരള പെയിന്റ് എന്ന് പറയുന്ന ഒരു ചെറിയ കമ്പനി വരുന്നത്. അവിടെ ഞങ്ങൾ ശരിക്കും നേരത്തെ പറഞ്ഞ പോലെ വല്ലാത്തൊരു പ്രതിസന്ധിയായി. കാരണം ഞങ്ങളുടെ പെയിന്റ് ഉണ്ടാക്കാനായിട്ടുള്ള ചെലവ് ഭയങ്കര കൂടുതലാണ്. ഇത് മാർക്കറ്റ് ചെയ്ത് വിൽക്കണം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അങ്ങനെ മാർക്കറ്റ് ചെയ്ത് വിൽക്കുമ്പോൾ നിലവിലുള്ള പെയിന്റിനേക്കാളും വില കൂടുതലാവും. അപ്പം എത്ര നല്ല പെയിന്റ് ആണെന്ന് പറഞ്ഞാലും മലയാളിയെ സംബന്ധിച്ചിടത്തോളം പ്രൈസ് ഒരു കൺസേൺ തന്നെയാണ്. അപ്പോൾ ഞങ്ങൾക്ക് പെയിന്റ് വിൽക്കാനായിട്ട് വേറെ മാർഗമില്ലാതെ വന്നു. അപ്പം ഞങ്ങൾ ചെയ്തതാണ് ഞങ്ങളുടെ എന്താ പറയുക, അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രകൃതിയുടെ ബ്ലെസ്സിങ്. അങ്ങനെ തോന്നിക്കണ്ടേ, ഞങ്ങൾ ഞങ്ങളുടേതായിട്ടുള്ള ഒരു കടയിൽ, ചാലക്കുടിയിലുള്ള ഞങ്ങളുടെ കടയിൽ ആദ്യം ഞങ്ങളുടെ ഈ പ്രൊഡക്റ്റ് കൊണ്ടുവച്ചു. അവിടെയുള്ള ആ ഭാഗത്തുള്ള പെയിൻറ്റർമാരുടെ അടുത്ത് മുഴുവൻ പറഞ്ഞു, ഇതാണ് ഞങ്ങളുടെ പെയിൻറ്റ്, ഈ പെയിൻറ്റിന് ഇങ്ങനെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, നിങ്ങൾക്ക് കവറേജ് കൂടുതൽ കിട്ടും, ബ്രഷബിലിറ്റി കൂടുതലാണ്, ഇതിന് വില കുറവാണ്, അസുഖവും വരില്ല, ഇതിന് വില മറ്റുള്ള ബ്രാൻഡഡ് കമ്പനികളെക്കാളും വിലയും കുറവാണ് എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ കൊണ്ട് ഇത് ഉപയോഗിച്ചു തുടങ്ങിയപ്പോൾ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നല്ല പെയിൻ്റ് ആട്ടോ, നല്ല കവറേജ് കിട്ടുന്നുണ്ട്, നല്ല ബ്രഷബിലിറ്റി ഉണ്ട്, നല്ല വൈറ്റ്നസ് ഉണ്ട്. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൂടെ ഞങ്ങൾ പബ്ലിഷ് ചെയ്തു. ഈ ഏഷ്യാനെറ്റിലോ മനോരമയിലോ മാതൃഭൂമിയിലോ പോലുള്ള വലിയ പത്രങ്ങളിലൊന്നും പരസ്യം കൊടുക്കാൻ അതൊക്കെ വലിയ പൈസയാവില്ല, അതൊന്നും ഞങ്ങൾക്ക് ചെയ്യാനും പറ്റില്ല, ഞങ്ങൾ ചെയ്തിട്ടില്ല. ഒപ്പം തന്നെ ഇവർ പെയിന്റ് അടിച്ചപ്പോൾ ആ വീട്ടിലുള്ള ആൾക്കാരുടെ അടുത്ത് ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് മണം ഉണ്ടായിരുന്നോ പെയിന്റ് അടിച്ചപ്പോൾ, എന്തെങ്കിലും സഫക്കേഷൻ ഉണ്ടായോ, നിങ്ങൾക്ക് ഉദ്ദേശിച്ച കളർ കിട്ടിയില്ലേ? ഇതിനൊക്കെ അവർ യെസ് 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 എന്ന് പറഞ്ഞു. അവരുടെ ഒരു ടെസ്റ്റിമോണിയൽ ഞങ്ങൾ എടുത്തു. അവർ ഭയങ്കര സന്തോഷത്തിലാണ് നമ്മുടെ അടുത്ത് തന്നത്. അതും ഞങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇട്ടു. ഈ സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ കണ്ടപ്പോൾ കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും ആൾക്കാർ ഞങ്ങളെ സപ്പോർട്ട് ചെയ്തു. എല്ലാവരും ഈ ചാലക്കുടി എന്ന് പറയുന്ന ഒരു ചെറിയ പട്ടണത്തിലേക്ക് ഞങ്ങളുടെ പെയിന്റ് എടുക്കാനായിട്ട് വന്നു. കേരളം സഞ്ചരിച്ചു ചാലക്കുടിയിലേക്ക്. ഇപ്പോഴും നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കേരള പെയിന്റിന്റെ സ്ഥലം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയണത് ചാലക്കുടിയാന്നുള്ളതാണ്. സത്യത്തിൽ ഞങ്ങളുടെ ആദ്യത്തെ ഔട്ട്ലെറ്റ് ആണ് ചാലക്കുടി. പക്ഷേ ഇങ്ങനെ എല്ലാവരും ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്നായാലും കാസർഗോഡ് നിന്നായാലും കണ്ണൂരിൽ നിന്നായാലും എല്ലായിടത്തും എൻക്വയറി വന്നപ്പോൾ ഇതെവിടെ എങ്ങനെ എത്തിക്കും, കട എല്ലായിടത്തും തുടങ്ങാനായിട്ട് ഞങ്ങൾക്ക് ആ ഒരു സാമ്പത്തിക ഭദ്രതയുള്ള സമയമല്ല. പക്ഷേങ്കിൽ ഞങ്ങളപ്പോൾ അതിനെ ആ ഒരു എന്താ പറയുക, ആ ഒരു പ്രശ്നത്തിനെ ഞങ്ങൾക്കൊരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഒരു ഓപ്പർച്യൂണിറ്റി ആക്കിയിട്ട് ഞങ്ങൾ മാറ്റി. നിലവിൽ അതുവരെ പെയിന്റ് ഇൻഡസ്ട്രിയിൽ ഇല്ലാത്തൊരു സംവിധാനം ഞങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ഹോം ഡെലിവറി. എല്ലായിടത്തും വീട്ടിൽ കൊണ്ടു കൊടുക്കും. സത്യത്തിൽ ഞങ്ങളുടെ പരിമിതിയാണ്, ആ പരിമിതിനെ ഞങ്ങൾ അതൊരു ഓപ്പർച്യൂണിറ്റി ആക്കി മാറ്റിയെടുത്തതാണ്. കാശില്ല. അതുകൊണ്ട് തന്നെ ചാലക്കുടി ഔട്ട്ലെറ്റിൽ നിന്ന് തിരുവനന്തപുരത്തേക്കായാലും കണ്ണൂർക്കായാലും പത്തനംതിട്ടയ്ക്കായാലും കാസർഗോട്ടേക്കായാലും കോഴിക്കോട്ടേക്കായാലും എവിടേക്കായാലും ഞങ്ങൾ പ്രൊഡക്റ്റ് കൊണ്ടുകൊടുത്തു. ഹോം ഡെലിവറി എന്നുള്ള ആശയം അതിന് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സ്വീകാര്യത കിട്ടി. അപ്പോൾ എല്ലായിടത്തേക്കും പ്രൊഡക്റ്റായി, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു, പെയിൻറ്റർമാർ നല്ല അഭിപ്രായം പറഞ്ഞു, കസ്റ്റമേഴ്സ് നല്ല അഭിപ്രായം പറഞ്ഞു. ഞങ്ങൾ കൂടുതൽ ടെസ്റ്റിമോണിയൽസ് കൊടുത്തു തുടങ്ങി. ഇതിന് മുഴുവൻ ആൾക്കാർ നല്ല റിസൾട്ട് പറഞ്ഞു. പെയിൻറ്റ് നല്ല ക്വാളിറ്റിയുള്ള പെയിൻ്റാണെന്ന് മനസ്സിലായി. കമ്പാരറ്റീവ്ലി വില കുറവാണ്, മണമില്ല, ആരോഗ്യ പ്രശ്നങ്ങളില്ല. അങ്ങനെ വന്നപ്പോൾ ഏറ്റവും കൂടുതൽ ഞങ്ങൾക്ക് എൻക്വയറി വന്ന കണ്ണൂരായിരുന്നു ആ സമയത്ത്. അപ്പോൾ ആദ്യത്തെ ഔട്ട്ലെറ്റ്, അതായത് നമുക്ക് മനസ്സിലാവണം ആർക്കാണ് നമ്മളെ ആവശ്യം എന്നുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ഔട്ട്ലെറ്റ് ഞങ്ങൾ തുടങ്ങുന്നത് കണ്ണൂരാണ്.
അതിനുശേഷം കോഴിക്കോട് തുടങ്ങി, മലപ്പുറത്ത് 2 ഔട്ട്ലെറ്റ് തുടങ്ങി, ഇപ്പോൾ ഇടുക്കിയിൽ തുടങ്ങി, ഇനിയിപ്പോൾ ഈ മാസം പാലക്കാടുണ്ട്, അതുപോലെ തന്നെ വയനാടുണ്ട്, അതുപോലെ കൊട്ടാരക്കരയുണ്ട്, പത്തനംതിട്ടയുണ്ട്. ഇപ്പോൾ വരുന്ന 1-2 മാസത്തിൻ്റെ ഉള്ളിൽ കേരളത്തിൽ എല്ലായിടത്തും ആവും. എല്ലായിടത്തും ഔട്ട്ലെറ്റ് ആവും. അതായത് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ, എല്ലാ സ്ഥലത്തു നിന്നും പെയിന്റ് കടകളിലേക്ക് പെയിന്റ് ചോദിച്ചിട്ട് ആൾക്കാർ ചെന്നു തുടങ്ങി. എല്ലാ സ്ഥലത്തും ഞങ്ങളെ വിളിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ എല്ലാ കടകളിലും, പെയിന്റ് കടകളിലൊക്കെ കേരള പെയിന്റ് കിട്ടുമെന്ന് ആൾക്കാർ ചോദിച്ചു തുടങ്ങി. അപ്പോൾ അവിടെയൊക്കെ നമുക്കൊരു പ്രസൻസ് ഉണ്ടായാൽ മാത്രമേ അവർക്ക് കുറേയും കൂടി ക്വാളിറ്റിയുള്ള ഒരു പ്രൊഡക്റ്റ് കൊടുക്കാനായിട്ട്, ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് കിട്ടിക്കഴിഞ്ഞാൽ ആൾക്കാർ വാങ്ങുമെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. തന്നെയല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിനേക്കാൾ അപ്പുറത്ത് ഞങ്ങൾ ഒരു ആരോഗ്യ മേഖലയിൽ നിന്ന് വന്ന് ഒരു പെയിന്റ് ഇൻഡസ്ട്രിയിലേക്ക് വന്നപ്പോൾ ഒരു ക്വാളിറ്റിയുള്ള, മനുഷ്യന് ആരോഗ്യത്തിന് ഹാനികരമല്ലാത്ത ഒരു നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം എന്നുള്ള ആഗ്രഹം വിജയിച്ചു എന്ന് പറയാം. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പെയിന്റ് കമ്പനികളായിട്ട് ഒരു മത്സരത്തിന് ഞങ്ങളില്ല, മത്സരിക്കാനുമില്ല. പകരം ഒരാളെയെങ്കിലും ആരോഗ്യത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ പറ്റിയാൽ കേരള പെയിന്റ് എന്താണോ ആഗ്രഹിച്ചത് അത് വിജയിച്ചു. അതെനിക്ക് മനസ്സിലായി. ഇപ്പോൾ ഒരുപാട് പേർക്ക് നല്ല ആഗ്രഹങ്ങളുണ്ടാവും. ഇപ്പോൾ എനിക്കും ശരിക്കും പറഞ്ഞാൽ സമൂഹത്തിൽ ഈ പറഞ്ഞ 51-49 റേഷ്യോ ഒക്കെ ആഗ്രഹമുണ്ട്. കാശ് വേണ്ടേ? ഒരു കേരള പെയിൻറ്റ് തുടങ്ങണമെങ്കിൽ ചെറിയ കാശ് പോരല്ലോ. ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് വേണം, അത് ഉണ്ടാക്കാനുള്ള ടെക്നോളജി വേണം. എവിടെ നിന്ന് ഒപ്പിച്ചു ഈ കാശ്? അവിടെയാണ് ഞങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ ഞങ്ങൾ 2 പേരും നേരത്തെ ഒരു കമ്പനിയുടെ GM-ഉം CEO ആയിരുന്നു. അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് ഞങ്ങൾ ആദ്യം തുടങ്ങിയത് ഒരു മാർക്കറ്റിംഗ് കമ്പനിയാണ്. മാർക്കറ്റിംഗ് കമ്പനി തുടങ്ങാൻ 0 ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. കാശൊന്നും വേണ്ട. മാർക്കറ്റിംഗ് കമ്പനിയാണ്. സാധാരണ നിങ്ങളിപ്പോൾ ഒരു മാർക്കറ്റിംഗ് കമ്പനി കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ പുതിയ തലമുറയിലാണെന്നുവെച്ചെങ്കിൽ സോഷ്യൽ മീഡിയ മാർക്കറ്റിംഗ് ആണ് ഏറ്റവും കൂടുതൽ. അതിനൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ ആദ്യം വർക്ക് ചെയ്തിരുന്ന കമ്പനിയിൽ ഈ സോഷ്യൽ മീഡിയ ഇതിന് വേണ്ടിയിട്ട് ഏജൻസികൾ വരും. അവർ നമ്മുടെ അടുത്ത് പറയും, ഈ മാസം നിങ്ങൾക്ക് ഒരു 1000 ലീഡ് തരും, ഉറപ്പായിട്ടും 1000 ലീഡ് തരും, ഇത്ര ലക്ഷം രൂപയാണ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് ഞങ്ങൾക്ക് സ്പെൻഡ് ചെയ്യേണ്ടത്. അവർ പറഞ്ഞ പോലെ 1000 അല്ലെങ്കിൽ 1200 അല്ലെങ്കിൽ 1300 ലീഡ് ഉണ്ടാവും. പക്ഷെ അതിൽ കൺവെർഷനോ ബിസിനസ്സോ നടക്കലുണ്ടാവില്ല. അതിൻ്റെ പെർസെൻറ്റേജ് മൈനസ് ആവും, അല്ലെങ്കിൽ നെഗറ്റീവ് ആവും, അല്ലെങ്കിൽ 0.1% അല്ലെങ്കിൽ 0.2% ഒക്കെ ആയിരിക്കും. ഇത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും കുറച്ച് നാൾ കഴിയുമ്പോൾ ഈ ഏജൻസിയായിട്ട് നമ്മൾ തെറ്റും. കാരണം നമ്മൾ അവർക്ക് 2 ലക്ഷം രൂപയും 3 ലക്ഷം രൂപ കൊടുക്കണം മാസം. അവരുടെ നിന്ന് നമുക്ക് ആ രീതിയിലുള്ള റിസൾട്ട് കിട്ടുന്നില്ല. പക്ഷേങ്കിൽ അവർ പറഞ്ഞ ലീഡ് തന്നിട്ടുണ്ട്. അപ്പം ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, എപ്പോഴും ഞങ്ങൾ അവരുടെ അടുത്ത് ചോദിക്കേണ്ടത്, ഒരു പ്രോഫിറ്റ് മാർജിനിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റുമോ, പ്രോഫിറ്റ് ഷെയറിങ്ങിൽ വർക്ക് ചെയ്യാൻ പറ്റുമോ? ഇതിനൊന്നും അവർ സമ്മതിക്കാറില്ല. അവരെപ്പോഴും പറയാറുള്ളത്, ഞങ്ങളുടെ പൈസ ഇത്രയാണ്, സോഷ്യൽ മീഡിയ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്ര പൈസയാണ്. അപ്പം ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ആദ്യം ഞങ്ങൾ 2 പേരും പഠിച്ചത് ഡിജിറ്റൽ മാർക്കറ്റിംഗ് എന്താണ്, സോഷ്യൽ മീഡിയ എന്താണ്. ഇത് ഞങ്ങൾ പഠിക്കാൻ ആയിട്ട് ചേർന്നു. ഞാൻ 1 മാസമാണ് പഠിച്ചത്. എൻ്റെ കൂടെയുള്ള എൻ്റെ പാർട്ട്ണർ ആകെ ഒരാഴ്ചയാണ് പോയത്. പക്ഷേ ഈ ഒരാഴ്ചയും 1 മാസം പോയപ്പോൾ ഞങ്ങൾക്കിതിൻ്റെ ടെക്നിക്ക് മനസ്സിലായി. ഈ സാധനം ഉപയോഗിച്ചുകൊണ്ട് ആൾക്കാരിലേക്ക് നല്ല പ്രൊഡക്റ്റുകൾ എത്തിക്കാം എന്നുള്ളത് മനസ്സിലായി, രക്ഷപ്പെടുന്നുള്ളത് മനസ്സിലായി. അപ്പം ഞങ്ങൾ നല്ല പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്ന, എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റ് ചെയ്യാൻ അറിയാത്ത അല്ലെങ്കിൽ സാധ്യത അതിൻ്റെ മനസ്സിലാക്കാത്ത ആൾക്കാരുടെ അടുത്ത് പോയിട്ട് ഞങ്ങൾ പറഞ്ഞു, ഇങ്ങനെ നിങ്ങളുടെ പ്രൊഡക്റ്റ് തരികയാണെങ്കിൽ നിങ്ങളുടെ മാർക്കറ്റിംഗ് കോസ്റ്റ് എത്രയാണ്, അല്ല നിങ്ങളുടെ ഈ പ്രൊഡക്റ്റ് ഉണ്ടാക്കാനുള്ള കോസ്റ്റ് എത്രയാണ്? സാർ ഇപ്പോൾ ഒരു 100 രൂപയ്ക്കാണ് ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നതെന്ന് വിചാരിക്കുക. ആ പ്രൊഡക്റ്റിൻ്റെ ആക്ച്വൽ മേക്കിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് ചിലപ്പോൾ 70 രൂപയായിരിക്കും, ലാഭം ഉൾപ്പെടെ. ബാക്കി 30 രൂപ എൻ്റെ മാർക്കറ്റിംഗ് കോസ്റ്റ് ആയിരിക്കും. ഈ മാർക്കറ്റിംഗ് കോസ്റ്റ് ഒഴിവാക്കിക്കൊണ്ട് എനിക്ക് വേണമെന്ന് വെച്ചാൽ ആ പ്രൊഡക്റ്റ് മാർക്കറ്റ് ചെയ്യാൻ സാറിന് തരാം. ശരിയല്ലേ? തീർച്ചയായിട്ടും. കാരണം ലാഭം ഉൾപ്പെടെയാണ് 70 രൂപ. ഈ 70 രൂപയ്ക്ക് ഞങ്ങൾക്ക് തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങളാണ് പിന്നെ മാർക്കറ്റ് ചെയ്യുന്നത്. സാറ് നിലവിൽ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി ഒന്നും നിർത്തണ്ട, ഞങ്ങൾക്ക് എക്സ്ക്ലൂസീവായിട്ട് ഞങ്ങൾക്ക് തരും വേണ്ട മാർക്കറ്റിംഗ്. സാറ് നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന പോലെ തന്നെ ചെയ്യാം. ഒപ്പം തന്നെ ഞങ്ങൾ സാറിൻ്റെ പ്രൊഡക്റ്റ് എടുത്ത് ഞങ്ങൾ മാർക്കറ്റ് ചെയ്യും, ഞങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഞങ്ങൾ മാർക്കറ്റ് ചെയ്യും. ഈ മാർക്കറ്റ് ചെയ്തിട്ട് എൻഡ് ഓഫ് ദ ഡേ, അതായത് അതിൻ്റെ ലീഡ് ഞങ്ങൾ തന്നെ ജനറേറ്റ് ചെയ്യും, അതിൻ്റെ കൺവേർഷൻ ഞങ്ങൾ തന്നെ എടുക്കും. അത് കഴിഞ്ഞിട്ട് പൈസയും വാങ്ങും. പൈസ വാങ്ങിയിട്ട് സാറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ള ഈ 70 രൂപ സാറിന് തരും. ആർക്കാണോ ഈ പ്രൊഡക്റ്റ് കൊടുക്കേണ്ടത് അവർക്ക് കൊടുത്തോളം പറയും. അതിൻ്റെ ആഫ്റ്റർ സർവീസ് സാറ് ചെയ്യണം. ഇതാണ് ഞങ്ങൾ അവരുടെ അടുത്ത് പറയുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഓരോ പ്രൊഡക്റ്റിലും വേറെ രീതിയിലായിരിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞൊന്ന് മാത്രം. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു റിസ്ക്കും ഇല്ല. നിലവിലുള്ള അവരുടെ മാർക്കറ്റിംഗ് രീതിയെ ഞങ്ങൾ ബാധിക്കുന്നില്ല. അവരെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ആശ്വാസമാണ് ശരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റ് ശരിക്കും നല്ല രീതിയിൽ ഉണ്ടാക്കാൻ പലർക്കും പറ്റും, പക്ഷെ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ പലർക്കും പറ്റുന്നുണ്ടാവില്ല. ആ ഒരു സ്പേസ് ഞങ്ങൾ ഉപയോഗിച്ചപ്പോൾ ഞങ്ങളെ തേടി കുറേ പേര് വന്നു. അവിടെ നിന്ന് ഞങ്ങൾക്കൊരു ഇൻകം കിട്ടി. ആ ഇൻകമാണ് ശരിക്കും കേരള പെയിൻറ്റിന് ഉണ്ടാക്കാനായിട്ട് ഞങ്ങൾക്ക്
കിട്ടിയ ഒരു മൂലധനം. അതായിരുന്നു അടിസ്ഥാന മൂലധനം. അതായത് പണിയെടുത്തുണ്ടാക്കിയ കാശ് തന്നെയാണ്. ഉറപ്പായിട്ടും അതിലെ ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും മാർക്കറ്റിംഗ് നിൽക്കുന്നവരാണ്, ഒരുപാട് എക്സ്പീരിയൻസ് ഉണ്ട്, ജേർണലിസ്റ്റിക് ഒരുപാട് കാഴ്ചപ്പാടുകളുള്ള വ്യക്തികളാണ്. പക്ഷെ നിങ്ങൾ പേരിട്ടത് കേരള പെയിൻറ്റ്സ് എന്നാണ്. ഭയങ്കര വലിയ മണ്ടത്തരമല്ലേ? ഒരു പെയിൻ്റ് എന്ന് വെച്ചാൽ ഒരു ഏഷ്യൻ പെയിൻറ്റ്സ് എന്തെങ്കിലും മിനിമം ഇടണ്ടേ? കാരണം ഈ കേരള പോലത്തെ ഒരു ചെറിയ നാട്ടിൻപുറത്ത് വെച്ചിട്ട് വലിയൊരു ഇൻഡസ്ട്രിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. ഭയങ്കര സ്കെയിലബിളാണ്. കേരള പെയിൻ്റ് എന്ന് പറഞ്ഞൊരു പൊട്ടപ്പേരല്ലേ? സത്യത്തിൽ ഈ ചോദ്യം സാറ് മാത്രമല്ല ചോദിച്ചേക്കണേ, ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന വാനപ്രസ്ഥത്തിലുണ്ടായിരുന്ന ആൾക്കാരുടെ ഉൾപ്പെടെ, അതുപോലെ തന്നെ ബിസിനസ്സിലുള്ള ആൾക്കാർ ഉൾപ്പെടെ ഞങ്ങളുടെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. കാരണം മുകളിലേക്ക് ചിന്തിക്കുമ്പോൾ കേരള പെയിൻ്റ് എന്ന് പറയുന്ന ഒരു പേരിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് കേരളത്തിൽ മാത്രം ഒരു പ്രാദേശിക മാത്രമായിട്ട് നിൽക്കില്ലേ? കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ മാർക്കറ്റ് ചെയ്യാൻ ബുദ്ധിമുട്ട് വരില്ലേ എന്നുള്ള ചോദ്യം ഒരുപാട് പേര് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളൊരു പെയിൻ്റ് ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾക്ക് കേരളത്തിൻ്റെ തനിമയുള്ള ഒരു പേര് വേണമെന്ന് നിർബന്ധം ഉണ്ടായിരുന്നു. ഒപ്പം തന്നെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയ്ക്ക് ഇണങ്ങിയ രീതിയിൽ, കേരളത്തിൻ്റെ കാലാവസ്ഥ അറിയാം, മഴ വെയിൽ ഇങ്ങനെ മാറി മാറി വരുന്ന ഒരു കാലാവസ്ഥയാണ്. അത് പൊതുവെ എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഒപ്പം തന്നെ കേരളത്തിന് വേറൊരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ മലയാളിക്ക് ഒരു പ്രത്യേകതയുണ്ട്. മലയാളി ഭയങ്കര കഴിവുള്ള ആളാണ്. പൊതുവെ പുറമേ നിന്നിട്ട് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ത്യയിലോ ഇന്ത്യക്ക് പുറത്തോ നോക്കിക്കഴിഞ്ഞാൽ മലയാളിക്ക് ഭയങ്കര ഡിമാൻഡാണ് ഏത് മേഖലയിലായാലും. അപ്പോൾ മലയാളിയുടെ ആ കഴിവ് അല്ലെങ്കിൽ എക്സ്പെർട്ടൈസ് എല്ലായിടത്തും അംഗീകരിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിന് പറ്റിയൊരു പേര് വേണം എന്ന് ഞങ്ങൾക്ക് നിർബന്ധമുള്ളത് കൊണ്ട് തന്നെ ഞങ്ങളിട്ട പേര് കേരള പെയിൻ്റ് തന്നെയായിരുന്നു. ആദ്യത്തിൽ ഞങ്ങൾ ഈ പറഞ്ഞ പോലെ ഒരു ആശങ്ക ഉണ്ടായിരുന്നു. പക്ഷേ എങ്കിൽ കാലം ഇത്ര കഴിഞ്ഞപ്പോൾ ഇന്ന് തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ആന്ധ്രയിൽ നിന്നും തെലുങ്കാനയിൽ നിന്നും വരുന്ന ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് ഈ പ്രൊഡക്റ്റ് മാറ്റിത്തരണം എന്നല്ല പറഞ്ഞ്, കേരള പെയിൻ്റ് എന്ന പേരിൽ ഞങ്ങൾക്ക് അവിടെ വിൽക്കാൻ തരണം എന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ആഗ്രഹിച്ചത് അല്ലെങ്കിൽ ഞങ്ങളെടുത്ത തീരുമാനം ശരിയായിരുന്നു എന്ന് അടിവരയിടുന്നതാണ് ആ പേരും ആ സാക്ഷ്യപ്പെടുത്തൽ. കൈയടിക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. ഉറപ്പായിട്ടും നല്ലൊരു തീരുമാനമായിരുന്നു എന്ന് ഞങ്ങൾക്ക് ഇപ്പോൾ അഭിമാനത്തോടെ പറയാൻ പറ്റും. കേരള പെയിൻ്റ് എന്നുള്ളത് പേര് കേരളം മാത്രമല്ല കേരളത്തിന് പുറത്തേക്കും ആൾക്കാർ അംഗീകരിച്ചു എന്നുള്ളത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. കേൾക്കുമ്പോൾ തന്നെ രോമാഞ്ചം ഉണ്ടാകുന്നൊരു കഥയാണ്. അതായത് സാധാരണ ഒരു കുടുംബത്തിലാണ് ജനിച്ചു വന്നതെന്ന് പറഞ്ഞു. ഈ ശമ്പളം 18ാമത്തെ വയസ്സിൽ ജോലി ചെയ്ത് തുടങ്ങി. അവിടെ നിന്ന് ഇങ്ങോട്ട് നിരന്തരമായ ഒരു പ്രതിസന്ധികൾ സ്വാഭാവികമായിട്ടുണ്ടാവും. എല്ലാവരുടെ ലൈഫിലുള്ള പോലെ തന്നെ ഞങ്ങളുടെ ലൈഫിലും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഒരാളും ഒരൊറ്റ ദിവസം കൊണ്ട് വലിയ ശമ്പളത്തിലേക്കോ അല്ലെങ്കിൽ വലിയ ബിസിനസ്സുകാരനോ ആവുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞങ്ങളൊന്നും. അപ്പോൾ തന്നെ നേരത്തെ പറഞ്ഞ പോലെ ഒരു 675 രൂപ ശമ്പളത്തിൽ നിന്ന് പടിപടിയായിട്ട് തന്നെയാണ് വന്നേക്കുന്നത്. കുറേ നാൾ പത്രപ്രവർത്തകനായിരുന്നു, പിന്നെ ബിസിനസ്സുകാരനായി, അത് കഴിഞ്ഞ് വീണ്ടും ജോലിക്ക് പോയി, വീണ്ടും ബിസിനസ്സുകാരനായിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഞങ്ങൾ ശരിക്കും പറയാൻ വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കാലഘട്ടത്തിൻ്റെ ഇടയിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഒരു ബിസിനസ് ചെയ്യുമ്പോൾ, ഇതാണ് ഞങ്ങൾ കൂടുതൽ ഇംപ്ലിമെൻ്റ് ചെയ്യുന്ന കാര്യം. എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ ചെയ്യാമെന്നല്ല, ഒരു ബിസിനസ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല, എന്തൊക്കെ പാടില്ല 100 കണക്കിന് കാര്യങ്ങളുണ്ട്. എണ്ണി വെച്ചിട്ടുണ്ട്. അടുത്ത ഇന്റർവ്യൂവിൽ നമുക്ക് പറയാം. ഓരോ 5 പെട്ടെന്ന് പറയാൻ പറ്റും. ഞാനൊരു സിമ്പിളായിട്ടൊരു 2 കാര്യങ്ങൾ പറയാം. ഇപ്പം 5 കാര്യം ചോദിച്ചില്ലേ, എല്ലാതും പറയണേക്കാൾ അപ്പുറത്ത് കുറേ ടൈം പോകും. 2 കാര്യം പറയാൻ വെച്ചെങ്കിൽ ക്യാപിറ്റലിന്മേൽ തൊട്ട് കളിക്കരുതെന്നാണ് ഞങ്ങൾ പഠിച്ച ചെയ്യാൻ പാടില്ലാത്ത 1ാമത്തെ കാര്യം. 2ാമത്തെ കാര്യം, നമ്മൾ എന്ത് പ്രൊഡക്റ്റ് ഉണ്ടാക്കുമ്പോഴായാലും ആൾക്കാർ ചോദിക്കുന്ന പ്രൊഡക്റ്റ് ചെയ്യാന്നുള്ളതല്ല, അതിനേക്കാൾ അപ്പുറത്ത് ആൾക്കാരുടെ ആവശ്യം മനസ്സിലാക്കിയിട്ട് ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഒരു ഉദാഹരണം പറയാൻ വെച്ച് കഴിഞ്ഞാൽ, നിലവിൽ ഇപ്പോൾ ഒരു KFC എന്ന് പറയുന്ന ഒരു ബ്രാൻഡ്, അതുപോലത്തെ കുറേ പ്രൊഡക്റ്റുകൾ ഇന്ന് മാർക്കറ്റിലുണ്ട്. ആർക്ക് വന്നാലും ആൾക്ക് തോന്നാം ഇങ്ങനത്തെ KFC പോലത്തെ ഒരു ബ്രാൻഡ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വിജയിക്കുമെന്ന്. പക്ഷേ അതിനേക്കാൾ അപ്പുറത്ത് ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കലാണ് നമ്മൾ ചെയ്യേണ്ട ഒരു സാധനം. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആൾക്കാർക്ക് ആവശ്യമുള്ള പ്രൊഡക്റ്റ് നമ്മൾ കണ്ടെത്തി അവർക്ക് കൊടുക്കണം. ഒരു ഏഷ്യൻ പെയിൻറ്റ്സ് അല്ല ഉണ്ടാക്കേണ്ടത്, ഒരു കേരള പെയിൻറ്റ്സ് ആണ് ഉണ്ടാക്കേണ്ടത്. അങ്ങനെ ഞാൻ പറയില്ല. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന് ജനങ്ങൾ തന്നുള്ള പിന്തുണ അല്ലെങ്കിൽ അവർ തന്നുള്ള ഒരു സ്വീകാര്യത അതിനെ അടിവരയിടുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ ഒരുപാട് കമ്പനികളുടെ മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, നിലവിലും അതേ കച്ചവടം തന്നെ തുടർന്ന് പോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒരു സംരംഭം പരാജയപ്പെടുന്നതെന്നാണ് വിശ്വസിക്കുന്നത്? സംരംഭം പരാജയപ്പെടാനുള്ള ഏറ്റവും വലിയ കാരണം, പലപ്പോഴും പലർക്കും നല്ല രീതിയിൽ മാനുഫാക്ചർ ചെയ്യാൻ പറ്റും. പക്ഷെ ഒരു മാനുഫാക്ചർക്ക് ഒരു പക്ഷേ നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയില്ല. അത് അവൻ്റെ കുറവല്ല. പക്ഷേ അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടതും ആ മാനുഫാക്ചറിങ്ങിലാണ്, ഉണ്ടാക്കുന്നതിലാണ് അവൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരാൾ അത് മാർക്കറ്റ് ചെയ്യാൻ, മാർക്കറ്റിംഗ് നന്നായി അറിയാവുന്ന ഒരാളെ ഏൽപ്പിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ
രണ്ട് ഭാഗവും നന്നായിട്ട് പോകും. മാർക്കറ്റിങ്ങും മാനുഫാക്ചറിങ് ഒരാൾ തന്നെ നോക്കുമ്പോൾ ആ രണ്ട് സ്ഥലത്തേക്കും ആൾക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് അത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഇതിൽ ഒരു 90% ആൾക്കാർക്കും വീഴ്ച അല്ലെങ്കിൽ പരാജയപ്പെടാനുള്ള ഒരു കാരണമായിട്ട് ഞങ്ങൾ വിശ്വസിക്കുന്ന ഒരു കാര്യം ഇത് തന്നെയാണ്. രണ്ട് ഡിപ്പാർട്ട്മെന്റുകളായിട്ട് തിരിക്കണമെന്നുള്ളതാണ് നിങ്ങളുടെ അതെ സെഗ്മെന്റ്. അതെ അതെ. ഇന്ന് നേരത്തെ പറഞ്ഞ ഒരു ഹോസ്പിറ്റൽ ഉണ്ടായിരുന്നു, ഒരു മാർക്കറ്റിംഗ് കമ്പനി ഉണ്ട്. ഇപ്പം എന്തെല്ലാം സംരംഭങ്ങൾ നടത്തുന്നുണ്ട്? ഞങ്ങൾ 5 വെർട്ടിക്കലിൽ ബിസിനസ് ചെയ്യുന്നുണ്ട്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദയാൽ സാറിൻ്റെ ആശയങ്ങളെ പിന്തുടർന്ന് ബിസിനസ് ചെയ്യുന്ന ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് തീർത്ത എന്ന് പറയുന്നൊരു വാട്ടർ ട്രീറ്റ്മെൻറ്റ് പ്രൊഡക്റ്റ് ഉണ്ട്. അത് വെള്ളം ശുദ്ധീകരിക്കുന്ന പ്രൊഡക്റ്റാണ്. നമ്മുടെ സമൂഹത്തിൽ ഇന്ന് ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുന്നത്, അല്ലെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുള്ളത് 14 ജില്ലയുണ്ടെങ്കിൽ 140 അല്ല 14,000 ടൈപ്പ് വെള്ളമുണ്ട്. pH-ൻ്റെ വ്യത്യാസമുള്ളത്, എന്താ പറയുക, അയൺ കണ്ടൻറ്റ് കൂടുതലുള്ളത്. ഇതിനൊക്കെയുള്ള ഒരു സൊല്യൂഷനാണ് തീർത്ത എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. തീർത്ത എന്ന് പറയുന്ന പ്രൊഡക്റ്റ് പച്ചക്കക്കയാണ്, കടലിലെ പച്ചക്കക്കയാണ്. അത് ക്ലീൻ ചെയ്ത് പൊടിച്ച് സഞ്ചിയിലാക്കി കൊടുക്കുന്ന പ്രൊഡക്റ്റാണ്. വാട്ടർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തിട്ട് കൊടുക്കുന്ന പ്രൊഡക്റ്റ്. ഇതിന് ഭയങ്കര റിസൾട്ടാണ്. ആമസോണിൽ ഇത് ട്രെൻഡിങ് പ്രൊഡക്റ്റാണ് ഞങ്ങളുടെ ഈ തീർത്ത എന്ന് പറയുന്ന പ്രൊഡക്റ്റ്. അതാണ് ഞങ്ങളുടെ ഒരു ബിസിനസ്. രണ്ടാമത് ഞങ്ങൾക്കൊരു പാറ്റൻ്റ് ഉള്ളൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ബയോ ക്ലീൻ എന്ന് പറഞ്ഞിട്ടൊരു പ്രൊഡക്റ്റ്. അത് നമ്മുടെ അടുക്കളയിലൊക്കെ വേസ്റ്റ് വെക്കാനായിട്ട്, വേസ്റ്റ് ഇടാനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ബിന്നാണ്. അതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രൊഡക്റ്റ്. അതും ഞങ്ങൾ ഓൺലൈനായിട്ടാണ് കൂടുതൽ വിൽക്കുന്നത്. പിന്നെ ഞങ്ങൾക്ക് ആയുഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു വെൽനെസ് സെഗ്മെൻ്റ് ഉണ്ട്. ഞങ്ങളുടെ ഈ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട്, ഫുഡുമായി ബന്ധപ്പെട്ട് മനുഷ്യൻ്റെ ആരോഗ്യത്തിന് മുൻതൂക്കം നൽകിക്കൊണ്ടുള്ള മരുന്നിന് പകരം ഭക്ഷണം എന്നുള്ള സെഗ്മെൻറ്റിലുള്ള ആയുഷ് ക്ലബ്ബ് എന്ന് പറഞ്ഞൊരു സെഗ്മെൻ്റ് ഉണ്ട്. പിന്നെ ഞങ്ങൾക്ക് കേരള ഖാദി എന്ന് പറയുന്നൊരു ഫാബ്രിക് സെഗ്മെൻ്റ് ഉണ്ട്. ഇത് 4ഉം കൂടുതലും ഓൺലൈൻ ബിസിനസ്സാണ്. പെയിൻ്റാണ്, കേരള പെയിൻ്റാണ് ഓഫ്ലൈനിലായിട്ട് കൂടുതൽ പോകുന്നത്. ഓൺലൈനിലും പോകുന്നുണ്ട്, എന്നാലും ഓഫ്ലൈനിലായിട്ട് കൂടുതൽ പോകുന്നത് കേരള പെയിൻ്റാണ്. ഇങ്ങനെ 5 വെർട്ടിക്കലിലാണ് ഞങ്ങളുടെ ബിസിനസ്. എല്ലാം ഓർഗാനിക് പ്രൊഡക്റ്റുകളുടെ ഒരു നിരയാണ്, എല്ലാം ഓർഗാനിക് തന്നെ എന്ന് പറയാം. അതെ, അത് ഞങ്ങളെ പഠിപ്പിച്ചതും ഞങ്ങളുടെ ഒരു മൈൻഡ് സെറ്റ് ആ രീതിയിലായതുകൊണ്ട് ഞങ്ങൾ എടുക്കുന്നതൊക്കെ തന്നെ ഞങ്ങൾക്കറിയുന്ന, അല്ലെങ്കിൽ ഞങ്ങൾക്ക് സമൂഹത്തിന് എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നുന്നു, നല്ല പ്രൊഡക്റ്റ് കൊടുക്കണം എന്ന് ആഗ്രഹമുള്ളത് കൊണ്ടാണ് ഞങ്ങളെല്ലാം ഈ ഒരു സെഗ്മെൻറ്റിലേക്ക് വന്നത്. ഇന്ന് അന്നൊരു 675 രൂപ മാഷിൻ്റെ കയ്യിൽ നിന്ന് മേടിച്ച മകനാണ്. ഇന്ന് എത്ര കോടി രൂപയുടെ ടേൺ ഓവർ ഉണ്ട്? ഒരു 100 കോടിക്ക് മുകളിൽ ടേൺ ഓവറുള്ള കമ്പനിയായിട്ട് ഇന്ന് കേരള പെയിൻ്റ് മാറിയിട്ടുണ്ട്. 100 കോടിക്ക് മുകളിൽ ടേൺ ഓവർ ഉണ്ട്. എത്ര ജീവനക്കാരുണ്ട്? ഞങ്ങൾക്ക് ഡയറക്റ്റ് സ്റ്റാഫ് ഒരു 100ന് മുകളിലുണ്ടാവും, ഇൻഡയറക്റ്റ് ആയിട്ടൊരു അത്ര തന്നെ ഉണ്ടാവും. ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷം കിട്ടിയ ഒരു മൊമെൻ്റ് ആണ്? സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ 2 പേരാണ്. ഞങ്ങൾ 2 പേരും ഒന്നിക്കുകയും ഞങ്ങൾ ഈ ഒരു മേഖലയിലേക്ക് തിരിയുകയും ഇങ്ങനെ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങാൻ ഞങ്ങളെടുത്ത തീരുമാനം, അത് ഭയങ്കര ഒരു സന്തോഷം നൽകുന്നത്, തിരിഞ്ഞു നോക്കുമ്പോൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. കാരണം വലിയ മുതൽ മുടക്കില്ലാതെ, സത്യത്തിൽ അന്ന് കാര്യമായിട്ട് ഞങ്ങളുടെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നും പറയാം. അന്ന് വലിയാത്തൊരു പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഒരു ബിസിനസ് ഞങ്ങൾ 2 പേരും കൂടിയിട്ട് റൺ ചെയ്യാനെടുത്ത തീരുമാനം, ആ തീരുമാനത്തിലേക്ക് ഞങ്ങൾ വന്ന കാര്യവും ഒപ്പം തന്നെ അതിനുശേഷം ഞങ്ങൾക്കുണ്ടായ മാറ്റവും അതിന് ഒപ്പം ദയാൽ സാറിൻ്റെ ഒരു പിന്തുണയും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയത് തിരിഞ്ഞു നോക്കുമ്പോൾ വലിയ സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണ്. നിങ്ങൾ 2 പേരും തമ്മിൽ നേരത്തെ പറഞ്ഞത് മാർക്കറ്റിംഗ് ഒരാളെ നോക്കണം, പ്രൊഡക്ഷൻ ഒരാളെ നോക്കണം. നിങ്ങൾ എങ്ങനെയാണ് അത് കൈകാര്യം ചെയ്യുന്നത്? 2 പേരും മാർക്കറ്റിംഗ് ആണോ, 2 പേരും പ്രൊഡക്ഷൻ ആണോ, എന്താ ചെയ്യുന്നത് നിങ്ങൾ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ 2 പേർക്കും ഏറ്റവും കൂടുതൽ അറിയാവുന്നത് മാർക്കറ്റിംഗ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൊഡക്ഷൻ ഭാഗം സെപ്പറേറ്റ് ഏൽപ്പിച്ചേക്കുക, ഞങ്ങളുടെ തന്നെ വിങ്ങിനെ സെപ്പറേറ്റ് ഏൽപ്പിച്ചേക്കുക. ഞങ്ങൾ പറയുന്ന രീതിയിൽ പ്രൊഡക്റ്റ് കിട്ടണം. അത് ഞങ്ങൾ QC വെച്ചിട്ട് ഓരോ പ്രൊഡക്റ്റും ഓരോ ബാച്ച് ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കും. ചുമ്മാ ഒരു രസത്തിന് ചോദിക്കട്ടെ, നിങ്ങൾ തമ്മിൽ തല്ല് പിടിക്കാറുണ്ടോ? കാരണം പാർട്ട്നേഴ്സ് ആകുമ്പോൾ ഒരു ഇടിയൊക്കെ, ഒരു ഫൈറ്റിൻ്റെ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവില്ല. കാരണം വ്യക്തിപരമായിട്ട് ഞങ്ങൾ 2 പേരും തീരുമാനിച്ച ഒരു കാര്യമാണ്, അങ്ങനെ ലൈഫിൽ ഉണ്ടാവില്ല. അങ്ങനെ ഉണ്ടായാൽ തന്നെ ഞങ്ങൾ ഒരാൾ മാറിപ്പോവും. നിങ്ങൾ തീരുമാനിച്ചു വെച്ചേക്കണം ഒരു എക്സിറ്റ് പോളിസിയിലാണ്. കാരണം ഇതിൻ്റെ ഒരു ബേസിക് കാരണം, ഞങ്ങൾ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ട് ബിസിനസ് തുടങ്ങിയ ആൾക്കാരല്ല. ഞങ്ങളുടെ ഫസ്റ്റ് ഇൻറ്റൻഷൻ കാശുണ്ടാക്കുക എന്നുള്ളതല്ല, അതിനേക്കാളപ്പുറത്ത് നമ്മുടെ ഒരു പാഷൻ്റെ പിന്നാലെ പോകുക എന്നുള്ളതാണ്. അപ്പം ഞങ്ങളുടെ പാഷൻ എന്ന് പറയുന്നത് സമൂഹത്തിന് എന്തെങ്കിലും ഒരു നല്ല പ്രൊഡക്റ്റ് കൊടുക്കുക എന്നുള്ളതാണ്. ഇപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കുഴപ്പമില്ലാത്ത ഇൻകമുണ്ട്, വരുമാനമുണ്ട്. അപ്പോൾ ജീവിക്കാൻ ഞങ്ങൾക്ക് 2 പേർക്കും, ഞങ്ങൾ 2 പേരും കൂടെ നിന്നില്ലെങ്കിലും ഞങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് നിന്നാൽ പോലും ഞങ്ങൾക്ക് ജീവിക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നല്ല വിശ്വാസമുള്ള ആൾക്കാരാണ്. പക്ഷെ ഞങ്ങൾ 2 പേരും കൂടിയപ്പോൾ സമൂഹത്തിന് കിട്ടിയത്, അല്ലെങ്കിൽ ഞങ്ങൾക്ക് കുറേ നല്ല പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കാൻ പറ്റി. പക്ഷേ അത് വിചാരിച്ചാൽ ഞങ്ങൾ കുറേ പ്രൊഡക്റ്റുകളിലേക്ക് പോകുന്നില്ല, വളരെ ചൂസിയാണ് ഞങ്ങൾ. കാരണം ഇവിടെ കൊടുക്കേണ്ട കോൺസെൻട്രേഷൻ, ഇപ്പം ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ 5 വെർട്ടിക്കലുള്ള ബിസിനസ് തന്നെ നന്നായി കോൺസെൻട്രേറ്റ് ചെയ്ത് പോയില്ലെങ്കിൽ
അത് ബുദ്ധിമുട്ട് വരുമെന്ന് ഞങ്ങൾക്ക് നല്ല ബോധ്യമുണ്ട്. അപ്പോൾ അതിൽ വളരെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടാണ് ഞങ്ങൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ സാധാരണ ഒരു കുടുംബത്തിൽ നിന്ന് വരുമ്പോൾ ഈ പിന്നിലായിട്ട് വിളിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. മോനെ ലിജോ, നിനക്കത് പറ്റില്ല, വെറുതെ ആവശ്യമില്ലാത്ത പരിപാടിക്കൊന്നും പോകണ്ട, കേബിൾ തുടങ്ങണ്ട, അത് തുടങ്ങിക്കഴിഞ്ഞാൽ അടുത്ത് ചെയ്തപ്പോൾ നീ അതാവണ്ട, ജീവിതത്തിൽ മുഴുവൻ ഇങ്ങനെ കളിയാക്കിയേക്കുന്ന ആൾക്കാരുണ്ടോ? ലിജോയുടെ പുറകിൽ എന്ത് പറ്റില്ല എന്ന് പറഞ്ഞേക്കുന്നവരുണ്ടോ? ഉറപ്പായിട്ടും. കാരണം എൻ്റെ ഒരു ബിസിനസ് ഫാമിലി അല്ല. അപ്പച്ചൻ മാഷായിരുന്നു. അപ്പോൾ ഒരു സാധാരണ ഒരു യാഥാസ്ഥിതിക കുടുംബത്തിലുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും എതിർപ്പുകളാണ് കൂടുതലും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ബിസിനസ് നമ്മുടെ കുടുംബത്തിനൊന്നും ചേരുന്ന പണിയല്ല, അത് പരാജയപ്പെടുള്ളൂ. അതുകൊണ്ട് തന്നെ ആദ്യത്തിലൊക്കെ 1-2 സാധനങ്ങളൊക്കെ പരാജയപ്പെട്ടിട്ടുമുണ്ട്. അതിലൊന്നും നമുക്ക് വിഷമം വന്നിട്ടുണ്ടായിരുന്നെങ്കിൽ പോലും അതൊക്കെ നമുക്കൊരു എന്താ പറയുക, ഒരു എക്സ്പീരിയൻസ് ആണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ട് പറ്റി. ഒരു ദിവസം കൊണ്ട് ഒരു വിജയിച്ച മോഡലിൻ്റെ ചെയർമാനായി വന്നിരിക്കുന്ന ആളല്ല ഞങ്ങൾ രണ്ടുപേരും. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറേ എക്സ്പീരിയൻസിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പഠിച്ചതും മനസ്സിലാക്കിയതും. ഓരോ കാര്യങ്ങളും അറിവാണ്, തിരിച്ചറിവാണ്. ഈ പുറകെ നിന്ന് ഇങ്ങനെ കുത്തുന്ന ആൾക്കാരുടെ എന്തെങ്കിലും പറയാനുണ്ടോ? അത് നമ്മൾ മൈൻഡ് ചെയ്യരുതെന്നാണ് ഞങ്ങൾ പറയുള്ളൂ. കാരണം അവരുടെ പണിയെടുക്കും, നമ്മൾ നമ്മുടെ പണിയിൽ ഫോക്കസ് ചെയ്യാന്നുള്ളത്. അവരെ ശ്രദ്ധിക്കുക ചെയ്യേണ്ട, ഇഗ്നോർ ചെയ്യുക, അവരെ ഹാൻഡിൽ ചെയ്യേണ്ട. മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവരുടെ പണി എടുത്തോട്ടെ, നമ്മൾ നമ്മുടെ പണിയിൽ കോൺസെൻട്രേറ്റ് ചെയ്താൽ മതി. ഒരൊറ്റ ചോദ്യം കൂടെ ചോദിക്കട്ടെ. നേരത്തെ പറഞ്ഞു എന്തൊക്കെയോ പരാജയപ്പെട്ടിട്ടുണ്ടെന്ന്. എന്താ പരാജയപ്പെട്ട സംരംഭം? നമ്മൾ ഇത്രയും നേരം സംസാരിച്ചപ്പോൾ എന്നോടത് പറഞ്ഞിട്ടില്ല. എനിക്കും കേൾക്കാൻ ഒരു കൗതുകം ഉണ്ട്, അതുകൊണ്ടാണ്. പരാജയപ്പെട്ടത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ലൈഫിൽ നമുക്ക് ബന്ധുക്കളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമ്മുടെ ഉയർച്ച എല്ലാവരും ഒരുപോലെ ആഗ്രഹിച്ചോളണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പല രീതിയിലും പല സമയത്തും നമ്മളെ ഈ നേരത്തെ പറഞ്ഞ പോലെ പുറകിലോട്ട് വലിക്കാനും പല രീതിയിൽ എന്താ പറയുക ഇല്ലാതാക്കാനും ഒക്കെയുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുണ്ട്. അത് ജോലിയുടെ സമയത്തായാലും ബിസിനസ്സിൻ്റെ സമയത്തായാലും അത് ആ വഴിക്ക് വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അത് ആ സമയമൊക്കെ കഴിഞ്ഞു പോയി. ഇനി അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റുന്ന സമയം. സംരംഭമാണോ പരാജയപ്പെട്ടു പോയത്? സംരംഭത്തിന്റെ സമയത്തും പരാജയപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്, ജോലിയിലുള്ള സമയത്തും നമ്മളെ പരാജയപ്പെടുത്താൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് പല രീതിയിലും നമ്മളെ ദ്രോഹിക്കാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ആ രീതിയിലാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് ഇഗ്നോർ ചെയ്യുക. അത് അവരുടെ ജോലി അവർ ചെയ്യുന്നു, നമ്മുടെ ജോലി നമ്മൾ ഫോക്കസ് ആയിട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. ഒരു കാര്യം ഉറപ്പാണ്, നമ്മൾ ഒരു സ്ഥലത്ത് തന്നെ 100 തവണ അടിച്ചു കഴിഞ്ഞാൽ ആ കല്ല് പൊട്ടും. വെവ്വേറെ സ്ഥലത്ത് അടിച്ചാൽ പൊട്ടില്ല. ഒരു സ്ഥലത്ത് തന്നെ 100 തവണ അടിച്ചാൽ ആ കല്ല് എത്ര ഉറപ്പുള്ളതായാലും പൊട്ടും. അപ്പോൾ നമ്മൾ ബിസിനസ് ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, ഫോക്കസ് ചെയ്ത് ബിസിനസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ദിവസം അത് വിജയിക്കും. അപ്പോൾ നിങ്ങൾ കൃത്യമായി ഒരു മേഖലയിൽ മാത്രം ഓർഗാനിക് എന്ന് പറയുന്ന മേഖലയിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തത് കൊണ്ടാണ് വിജയിച്ചത്. ബാക്കി മേഖലകളിലേക്കൊന്നും പോകാൻ ഇനി ഉദ്ദേശിക്കുന്നില്ല? ഇല്ല, ഞങ്ങളുടെ ഒരു ബിസിനസ് എപ്പോഴും ദയാൽ സാറിൻ്റെ ആശയങ്ങളുമായി ബന്ധപ്പെട്ട ഒരു സാധനത്തിലായിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ഞങ്ങൾ ഓർഗാനിക് പെയിന്റിലേക്ക് എത്തിയിട്ടില്ല. ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ തുടർച്ച പറയാം. അപ്പം ഞങ്ങൾ ആദ്യം ഈ ഒരു കേരള പെയിന്റ് ഉണ്ടാക്കിയപ്പോഴും ഞങ്ങളൊരു ഓർഗാനിക് പെയിന്റ് ഉണ്ടാക്കണം എന്നുള്ള ആശയത്തിൻ്റെ പുറത്താണ് ഞങ്ങൾ പോയത്. അപ്പം ഞങ്ങൾ ഇതിൻ്റെ പിന്നാലെ പോയപ്പോൾ ആദ്യം ഈ പെയിന്റിൻ്റെ ഒക്കെ ഇതുപോലത്തെ പോഡ്കാസ്റ്റ് വന്നപ്പോൾ അതിൻ്റെ അടിയിൽ ഞങ്ങൾ ഓർഗാനിക് പെയിന്റ് ഉണ്ടാക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ചില കമൻറ്റുകൾ വന്നതാണ്. പാല് ചേർത്തിട്ടാണോ നിങ്ങൾ പെയിന്റ് ഉണ്ടാക്കണേ? ഞങ്ങളെ കളിയാക്കിയിട്ട് പറഞ്ഞതാണ്. പക്ഷേങ്കിൽ നമ്മൾ ചരിത്രം പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പെയിന്റ് പണ്ട് ഉണ്ടാക്കിയിരുന്നത്, ഈജിപ്തിലൊക്കെ പെയിന്റ് ഉണ്ടാക്കിയിരുന്നത് പാൽ ഉപയോഗിച്ചിട്ടാണ്. അപ്പോൾ ഈ പാൽ ഉപയോഗിച്ചിട്ട് എന്തുകൊണ്ട് നമുക്ക് പെയിന്റ് ഉണ്ടാക്കിക്കൂടാ? അപ്പം ഞങ്ങൾ ഈ വാനപ്രസ്ഥം ഗ്രൂപ്പിൽ ഇത് ചർച്ച ചെയ്തു. അപ്പോൾ ചർച്ച ചെയ്തപ്പോൾ നമുക്കിവിടെ ഏറ്റവും അവൈലബിൾ ആയിട്ട് കിട്ടാവുന്ന ഒരു സാധനമാണ് റബ്ബർ പാൽ. ഈ റബ്ബർ പാൽ ഉപയോഗിച്ചിട്ട് നമുക്ക് പെയിന്റ് ഉണ്ടാക്കിക്കൂടെ എന്നുള്ളൊരു ആശയം വന്നു. അപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന റിട്ടയർ ആയിട്ടുള്ള ഈ ആൾക്കാരൊക്കെ തന്നെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു, നമുക്ക് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോകാം. ഇന്ത്യയിൽ കോട്ടയത്താണ് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന സ്ഥാപനം. അവിടെ പോയിട്ട് അവിടുത്തെ ഹെഡിനെ ഞങ്ങൾ കണ്ടു. ഞങ്ങൾക്ക് ഇങ്ങനൊരു ആശയമുണ്ട്, ഇതിനെന്തെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ? നിലവിലുള്ള പെയിന്റുകളെ പോലത്തെ ഒരു പെയിന്റ് ഞങ്ങൾക്ക് വേണ്ട. ആ ഒരു പെയിന്റ് ഉണ്ടാക്കാനല്ല ഞങ്ങളിവിടെ വന്നേക്കുന്നത്. ഞങ്ങൾക്ക് 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ടാക്കാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പോൾ അവിടുത്തെ ഒരു ഹെഡ് ആയിട്ടുള്ള മാം പറഞ്ഞു, നിങ്ങളുടെ ഈ ഭ്രാന്തൻ ആശയം കേൾക്കുമ്പോൾ ഞങ്ങൾക്കും ആവേശമുണ്ട്, ഞങ്ങളും റിട്ടയർ ആവാറായി. ഞങ്ങൾ റിട്ടയർ ആവണേക്കാളും മുമ്പ് ഇങ്ങനത്തെ ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു പെയിന്റ് ഉണ്ടാക്കാൻ ഞങ്ങൾക്ക് പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ അഭിമാനമുള്ളൊരു കാര്യം. അവർ ഏറ്റെടുത്തു. അപ്പം തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു 10 ശാസ്ത്രജ്ഞരെ വിളിച്ചു, ഞങ്ങളെയും കൂടി ഇരുത്തിയിട്ട് പറഞ്ഞു, നമുക്ക് ഇവരുടെ ഈ ഒരു പ്രൊജക്റ്റ് ഏറ്റെടുക്കാൻ പറ്റും, നിങ്ങൾക്ക് എന്തൊക്കെയാണ് വേണ്ടത്? അപ്പം ഞങ്ങളുടെ മനസ്സിലുള്ള ആശയങ്ങൾ, ഞങ്ങളുടെ കയ്യിലുള്ള റോ മെറ്റീരിയൽ, ഞങ്ങൾ മനസ്സിലാക്കിയ കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്തു. ഞങ്ങൾക്കറിയാം പച്ചക്കക്കയിൽ നിന്ന് അതിൻ്റെ കുറേ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വെള്ളം ശുദ്ധീകരിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ വായും ശുദ്ധീകരിക്കുമെന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്.
അപ്പോൾ അതും അതുപോലെ തന്നെ ഈ എന്താ പറയുക റബ്ബർ പാലും ചേർത്തിട്ട് ഒരു പെയിൻറ് ഉണ്ടാക്കാൻ പറ്റുമോ എന്നുള്ളൊരു സാധനമാണ് ഞങ്ങൾ അന്ന് അവിടെ ചോദിച്ചത്. അന്ന് മുതൽ ഞങ്ങൾ ഇൻക്യുബേഷൻ സ്റ്റാർട്ട് ചെയ്തു. ഇന്ന് ഞങ്ങൾ എത്തി നിൽക്കുന്നത് 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു പെയിൻറ് ഉണ്ടാക്കിയിട്ടാണ്. ഞങ്ങൾ വെറുതെ പറയുന്നതല്ല, ഉണ്ടാക്കി അതിന് അതായത് റബ്ബർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇന്ത്യയുടെ സഹായത്തോട് കൂടിയിട്ട് ഞങ്ങളുടെ വാനപ്രസ്ഥത്തിലുള്ള ഗ്രൂപ്പിലുള്ള മെമ്പർമാരുടെയും ഞങ്ങളുടെ ശ്രമഫലമായിട്ട് ചരിത്രമാണ് അത്. ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ കേരള പെയിന്റ് എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ ലോകം മുഴുവൻ അംഗീകരിക്കുന്ന രീതിയിലുള്ള ഒരു ഓർഗാനിക് പെയിന്റ് വരും. താമസിയാതെ തന്നെ പാറ്റന്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറച്ചുകൂടി പ്രൊസീജിയർ ഉണ്ട് പാറ്റന്റ് കിട്ടാനായിട്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 4-5 മാസത്തിൻ്റെ ഉള്ളിൽ 100% ഓർഗാനിക് ആയിട്ടുള്ള ഒരു പെയിന്റ് വരും. അത് വീടിൻ്റെ ഉള്ളിലടിക്കാനുള്ള പെയിന്റ് ആണ്. അതിൻ്റെ ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് വീടിനകത്ത് നമുക്ക് ഒരുതരം ആരോഗ്യ പ്രശ്നം ഉണ്ടാവില്ല എന്ന് മാത്രമല്ല നാച്ചുറൽ പ്രൊഡക്റ്റ് ആണ്. ഒപ്പം തന്നെ എയർ പ്യൂരിഫൈ ചെയ്യും. അത് വീടിനകത്തുള്ള വായു ശുദ്ധീകരിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇനി ഞങ്ങളുടെ വരുന്ന പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ബെഡ്റൂം സ്പെഷ്യൽ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളായിരിക്കും. അപ്പോൾ താമസിയാതെ മലയാളിക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് അല്ലെങ്കിൽ ലോകത്തിന് ഒരു പുതിയ പെയിന്റ് വരികയാണ്. 100% ഓർഗാനിക് ആയിട്ടുള്ളൊരു പെയിന്റ്. അല്ലേ, വളരെ കൗതുകത്തോടെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങൾ ഡീൽ ചെയ്യുന്നത് മൾട്ടിനാഷണൽ കമ്പനികളോടാണ്. അതെ. വലിയൊരു പ്രശ്നത്തിലാണ് നിങ്ങൾ. അവരുടെ കാര്യങ്ങളിലൊക്കെ ഇങ്ങനെ ഉണ്ട് എന്നൊരു ധാരണ വരുന്നുണ്ട്. ഈ കൊന്നുകളയുന്നോ ഭീഷണിപ്പെടുത്തുന്നോ അങ്ങനെയൊക്കെയുള്ള വല്ല പേടിയുണ്ടോ? അങ്ങനെ പേടിച്ചാൽ ജീവിക്കാനൊന്നും പറ്റില്ല. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെ സംരക്ഷിക്കാൻ ഈ പ്രകൃതി കൂടെ നിൽക്കും. അതൊരു പ്രകൃതിയുടെ നിയമമാണ്. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഞങ്ങളൊരു പെയിന്റ് ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങിയ ആൾക്കാരല്ല, അല്ലെങ്കിൽ ഒരു പെയിന്റ് ഉണ്ടാക്കിയേ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ട് പെയിന്റ് ഇൻഡസ്ട്രിയിൽ വന്ന ആൾക്കാരല്ല. ഒരു ആരോഗ്യ മേഖലയിൽ നിന്ന് എങ്ങനെയൊക്കെയോ ഇവിടെ എത്തിപ്പെട്ട ആൾക്കാരാണ്. അപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു ബിസിനസ്സിനേക്കാൾ അപ്പുറത്ത് ഒരു നല്ല പ്രൊഡക്റ്റ്, ഒരു ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ്, മനുഷ്യൻ്റെ ആരോഗ്യത്തിന് ഒരു തരം ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാക്കാത്തൊരു പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് കംഫർട്ടബിൾ ആയിട്ടുള്ള, അവൻ്റെ ബഡ്ജറ്റിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു തരം മണമില്ലാത്ത ഒരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ സാധിച്ചു എന്ന് പറയുന്നത് വലിയ അഭിമാനമുള്ള കാര്യം തന്നെയാണ്. അതിന് കോർപ്പറേറ്റ് കമ്പനികളൊക്കെ നിൽക്കുമ്പോൾ അവരുടെ ഇടയിലാണ് ഞങ്ങൾ മത്സരിക്കുന്നത് എന്നുള്ള തികഞ്ഞ ബോധ്യത്തിൽ തന്നെയാണ് ഞങ്ങൾ ബിസിനസ് ചെയ്യുന്നത്. ഒരു ബോധ്യം തന്നെയുണ്ട്. ഉണ്ട്. നമ്മൾ ഈ ഹോസ്പിറ്റലുകൾ അതുപോലുള്ള സ്ഥലങ്ങളിലൊക്കെ ആയിരിക്കും ഇനി ഇതിൻ്റെ ഒരു മാറ്റം കൊണ്ടുവരിക എന്ന് വെച്ചാൽ. കാരണം IC പോലുള്ള സ്ഥലങ്ങളുണ്ട്, ഇൻഫെക്ഷൻ വരാൻ പാടില്ലാത്ത ഇടങ്ങളുണ്ട്. അവിടെയൊക്കെ നിങ്ങളുടെ പ്രോഡക്റ്റ് ഒരു വിപ്ലവം ഉണ്ടാക്കും തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങൾ ശരിക്കും കണ്ടുപിടിച്ചിരിക്കുന്നത് ലോകത്തെ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് തന്നെ അഭിമാനമാകുന്ന ഒരു വലിയൊരു പ്രൊഡക്റ്റാണ്. അത് വലിയ രീതിയിൽ വിജയിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്. ഒരുപാട് മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുകയാണ്. അവസാനം ഒരു ഒറ്റ ചോദ്യം കൂടെ ചോദിച്ചുകൊണ്ട് നമുക്ക് ഇൻ്റർവ്യൂ അവസാനിപ്പിക്കാം. ഒരു മാഷിൻ്റെ മകനാണ്. മകൻ ഈ നിലയിലേക്ക് എത്തുന്ന ഒരു യാത്ര കുറേ വട്ടം അച്ഛൻ കണ്ടിട്ടുണ്ട്, അമ്മ കണ്ടിട്ടുണ്ട്. ഇന്ന് അച്ഛൻ കൂടെയില്ല. അച്ഛനും അമ്മയൊക്കെ ആയിട്ടുള്ള ഒരു ആത്മബന്ധവും അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നും അത് മാനസികമായിട്ടൊന്ന് വിശദീകരിക്കാം. മാഷ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അറഗൻ്റ് ടൈപ്പാണ് മാഷ്. നമുക്ക് അധികം അടുക്കാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു അധികം നമ്മളോട് സംസാരിക്കില്ല. ഒരു പക്ക ഒരു മാഷ് തന്നെയായിരുന്നു. പക്ഷേ അമ്മയാണ് നമുക്ക് കുറച്ചും കൂടി കംഫർട്ടബിൾ. പക്ഷേ മാഷ്ക്ക് അസുഖം വന്ന് മാഷ് മരിക്കാറായപ്പോഴാണ് നമുക്ക് മനസ്സിലായത് എന്തിനാണ് ഈ 18 വയസ്സാകുമ്പോഴേക്കും നിങ്ങൾ ജോലിക്ക് കയറണം, ജോലി ചെയ്ത് അധ്വാനിച്ചിട്ട് വേണം പഠിക്കണം എന്നൊക്കെ പറഞ്ഞതിൻ്റെ ആ ഒരു പൊരുൾ മനസ്സിലായത് മാഷ് മരിക്കാറായ സമയത്താണ്. കാരണം നമ്മൾ ചെറുപ്പത്തിൽ മക്കളെ ചീത്ത പറയും, അവരോട് വഴക്കുണ്ടാക്കും, അവരെ ശാസിക്കും, തല്ലും. ഇതൊന്നും നമുക്ക് ആ പ്രായത്തിൽ മനസ്സിലാവില്ല. അത് എന്തിനാണ് ചെയ്തതെന്നുള്ളതൊന്നും നമുക്ക് അപ്പം മനസ്സിലാവില്ല. നമ്മൾ ആ പ്രായത്തിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ആ കാലഘട്ടത്തിന് ശേഷം നമ്മൾ ജീവിച്ചു തുടങ്ങുമ്പോഴാണ് അച്ഛനും അമ്മയും എന്തിനാണ് നമ്മുടെ അടുത്ത് അങ്ങനെ പെരുമാറിയത് എന്നുള്ളത് നമ്മൾ ശരിക്കും റിയലൈസ് ചെയ്യുക. അത് തിരിച്ചറിയുന്നൊരു സമയം മുതൽ നമ്മൾ പണ്ടുണ്ടായിരുന്നതിൻ്റെ ഒരു 100 ഇരട്ടിയായിരിക്കും അച്ഛനെ സ്നേഹിക്കുന്നുണ്ടാവുക അല്ലെങ്കിൽ അമ്മേനെ സ്നേഹിക്കുന്നുണ്ടാവുക. ആ സമയമാകുമ്പോഴേക്കും ചിലപ്പോൾ അവർ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇത് തിരിച്ചറിയാൻ നമുക്ക് നേരത്തെ പറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരെ കുറേയും കൂടി കൂടുതൽ സ്നേഹിക്കാമായിരുന്നു എന്നുള്ളതാണ് പറയാനുള്ളത്. വളരെ സുന്ദരമായിട്ടുള്ള വാക്കുകളായിരുന്നു. നമ്മളിപ്പോൾ ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത് കേരള പെയിൻറ്റ്സ് എന്ന് പറയുന്ന സാധാരണ ഒരു വിൽപ്പനയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന ഒരു ബ്രാൻഡിൻ്റെ കഥയല്ല. ഒരുപാട് നാളത്തെ അധ്വാനം കൊണ്ടും ഒരുപാട് പ്രയത്നം കൊണ്ടും മനുഷ്യർക്ക് എല്ലാവർക്കും ഉപകാരമാകുന്ന അല്ലെങ്കിൽ മനുഷ്യൻ്റെ ആരോഗ്യം സംരക്ഷിക്കുന്ന ഒരു ബ്രാൻഡ് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള കഥയാണ്. ആ കഥയിൽ സ്ട്രഗിളുണ്ട്, ആ കഥയിൽ പിന്നോട്ട് വലിച്ചവരുണ്ട്. അവിടെ നിന്നെല്ലാം വിജയിച്ചു വന്നതിൻ്റെ ഒരു ചരിത്രമുണ്ട്. ഇനി നാളെ നമ്മൾ കേൾക്കാൻ പോകുന്നത് കേരള പെയിൻറ്റ്സിൻ്റെ പേരായിരിക്കും.
കേരളത്തിൽ നിന്ന് മാത്രമല്ല, ഇന്ത്യയിൽ മാത്രമല്ല, ലോകമൊട്ടാകെ ഈ ഒരു ബ്രാൻഡ് വളരണം. അതിന് ഇനിയും തുടർച്ചകൾ ഉണ്ടാകണം. ഇത്തരം സമൂഹ നന്മയുള്ള ഉൽപ്പന്നങ്ങൾ ഇനിയും കേരളത്തിൽ നിന്നുണ്ടാകണം. അതിൽ നേരത്തെ പറഞ്ഞതുപോലെ കേരള പെയിൻറ്റ്സ് എന്ന് പേരിട്ടതുപോലെ കേരള എന്ന ബ്രാൻഡ് നെയിം ഇടാൻ ഓരോ മലയാളിയും തയ്യാറാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുകയാണ്. നന്ദി, നമസ്കാരം.